ഒരു ഒരു 3 ആഴ്ചയായി ഏത് പോസ്റ്റ് ഇട്ടാലും അതിൻ്റെ അടിയിൽ ആ വിഷയത്തെ പറ്റിയല്ല, ഇങ്ങനെ മുൻകൂട്ടി തീരുമാനിച്ച് സംഘടിച്ച് ഒരു കൂട്ടം ആളുകൾ അത് ചീത്ത പറയുക. രാഷ്ട്രീയമായിട്ടോ അതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. എടാ പോടാ പട്ടി നായ തന്തയില്ലാത്തവന് അങ്ങനെ അച്ഛനെ വരെ പറയും, മൊട്ടത്തലയ. അപ്പോൾ ആൾക്കാർ ഏതെങ്കിലും തലയിൽ ഒട്ടിച്ച് വെച്ച് നടക്കാൻ പറ്റും രാഷ്ട്രീയ പ്രവർത്തകൻ? അങ്ങനെ ഒട്ടിച്ച് വെച്ച് നടക്കുന്ന രീതി നമുക്കില്ലല്ലോ. അപ്പം ഈ തരത്തിലൊക്കെയുള്ള അങ്ങനെ നിഷ്ഠമായിട്ടുള്ള ഇതാണ്. നീ ആരാടാ? നീ ഈ പാർട്ടിക്ക് വേണ്ടി എന്ത് ചെയ്തു? എൻ്റെ അനിയൻ രക്തസാക്ഷി ആയില്ലായിരുന്നല്ലോ, നിനക്ക് ഈ പോസ്റ്റ് വല്ലതും കിട്ടുമോടാ? രക്തസാക്ഷി ആക്ഷേപിക്കുകയാണ്. അപ്പം ഇത് ഇടതുപക്ഷക്കാരാണ് എന്ന രൂപത്തിൽ ചിലതിൽ പറയുന്നുണ്ട്. ഈ 3 ആഴ്ചക്കാലമായിട്ടുള്ള ചിലപ്പോൾ എല്ലാം കൂടെ ഞാൻ അനലൈസ് ചെയ്തപ്പോൾ 25 പേരിന് താഴെയാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അപ്പോൾ ചില കമ്പ്യൂട്ടറിലൊക്കെ ഇട്ട് ഞാൻ നോക്കി, ഒരേ ആൾ തന്നെ എല്ലാത്തിനും വരുന്നുണ്ട്. കൃത്രിമ ഐഡിയയിലാണ് കൂടുതൽ പേര്, യഥാർത്ഥത്തിൽ അങ്ങനെ ആളില്ല. അപ്പോൾ അതിനൊരു സംവിധാനം ഉണ്ടാക്കി അമ്പലപ്പുഴ മണ്ഡലത്തിൽ തന്നെയാണ് അതിൻ്റെ കേന്ദ്രം. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണ് താനെന്ന് അവകാശപ്പെടുന്ന ആളിന് ആ പാർട്ടിക്ക് എന്ത് ദോഷമാണ് ചെയ്യുന്നത്? പൊതുജനങ്ങൾ അത് വെറുക്കത്തില്ല ഈ പ്രസ്ഥാനത്ത്. അപ്പം അതൊന്നും അവർക്ക് പ്രശ്നമല്ല. കാരണം ഇത് ക്രിമിനൽ പൊളിറ്റിക്കൽ ഗ്യാങ്ങാണ്. രാഷ്ട്രീയ പാർട്ടികൾ കടന്നുകൂടി ക്രിമിനലിസം പ്രാക്ടീസ് ചെയ്യുകയാണ്. രാഷ്ട്രീയ പാർട്ടിക്ക് വെളിയിലായിരുന്നെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ജയിലിലാക്കപ്പെടുകയോ പല മോശ കുറ്റങ്ങളിലൊക്കെ പെടുമായിരുന്നു. അതിന് ഭയമുള്ളതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ കവറിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനാണെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ പൈസ കൊടുത്ത് ആഡ് ചെയ്യുക, അങ്ങനെ പരിപാടി കിട്ടും. ഇത്ര രൂപ കൊടുത്താൽ ഇത്ര ഇത് കിട്ടും. ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. ഞാൻ 2 ലക്ഷം 2.25 ലക്ഷം ഇങ്ങനെയാണ് 10-20 വർഷമായിട്ടുള്ള ഇങ്ങനെ വരികയാണ്. ഒരു കൃത്രിമമായ ഒരാളെ ആഡ് ചെയ്യാറില്ല. അപ്പോൾ ആരെയും ആക്ഷേപിച്ച് ഇന്നേ വരെ ഒരു പോസ്റ്റ് ചെയ്യാനിട്ടിട്ടില്ല. നിലവാരമില്ലാത്ത ഒരു പോസ്റ്റ്. സാധാരണ നമ്മൾ രാഷ്ട്രീയമായ പോസ്റ്റാണ് ഇടുക. പിന്നെ ചില നമ്മൾ ആദരിക്കേണ്ട ചില വ്യക്തികളെ, ചില സംഭവങ്ങളെ, ഇതിനൊക്കെ വരും, വർഷങ്ങൾ, അതിനെപ്പറ്റിയൊക്കെ പോസ്റ്റ് ഇടും. അപ്പോൾ വായിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുന്ന തരത്തിലുള്ള പോസ്റ്റ് അല്ലാതെ ഞാൻ ഒരാളെ ആക്ഷേപിക്കുന്ന ഒരു പോസ്റ്റും ഇന്നുവരെ ഇട്ടിട്ടില്ല, ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടല്ല, ഇതിപ്പോൾ ഈ അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഒരു ജനപ്രതിനിധിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് വരെ ജനപ്രതിനിധികൾ. അമ്പലപ്പുഴയിലെ തന്നെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ഒരാൾ ഇപ്പോൾ ഡിസ്ട്രിക്ട് കമ്മിറ്റിയിലുണ്ട്. അയാളൊരു വീഡിയോ ഉണ്ടായിക്കൊണ്ട് വന്ന് എന്നെ ആക്ഷേപിക്കുന്ന ഒരു വീഡിയോ ആണത്. പരവൂരിലെ ഒരു കൂട്ടായ്മയ്ക്കകത്തിട്ട് അത് ഞാൻ കണ്ടായിരുന്നു. ഒരു വെളുത്ത സുമുഖനായ ഒരാൾ ഇങ്ങനെ എന്നെ ചുമ്മാ ആക്ഷേപിക്കും. എനിക്ക് വലിയൊന്നുമില്ല. അപ്പം അന്വേഷിച്ചപ്പോൾ ഈ ഓമനക്കുട്ടൻ എന്ന് പറയുന്ന ആൾ ഇവിടെ കൊണ്ട് കൊടുത്തതാണ്. അത് അവിടെ നിന്ന് ഇവിടെ കൊണ്ട് കൊടുത്തു. ഇവിടെ DC മെമ്പറാണ്, ഏരിയ സെക്രട്ടറി ആയിരുന്നു 10 വർഷക്കാലം. കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ് കാക്കാട് 20 വർഷമായി. കൺസ്യൂമർ ഫണ്ട് ഞാൻ തകർന്നു കിടന്നതിന് കഷ്ടപ്പെട്ട ആ നിലയിലാക്കി ഞാൻ സഹകരണ മന്ത്രിയായിരുന്നു, അറിയാമല്ലോ. ആ കൺസ്യൂമർ ഫണ്ട് ഡയറക്ടർ ബോർഡ് മെമ്പറാണ്. കുഞ്ഞൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ വൈസ് ചെയർമാനാണ്. അങ്ങനെയൊക്കെയുള്ള പോസ്റ്റ് കർഷക തൊഴിലാളി ഇവിടെ, അങ്ങനെ എല്ലാ രംഗത്തും സ്ഥാനമാനങ്ങളുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ ഇതുണ്ടല്ലോ, ഈ സ്ത്രീകളുടെ ചില കൂട്ടായ്മകളുടെ ഒരു ബ്ലോക്ക് ചെയർമാനാണ്. ശമ്പളമൊക്കെ കിട്ടും. മകന് പാർട്ടിയുടെ കേരളത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ജോലി കൊടുത്തു. വളരെ സാധുവായൊരു സഹായമായിരുന്നു. ഇപ്പോൾ നല്ല സാമ്പത്തിക ശേഷിയായി, നല്ല നിലയിലായി. അതിന് നമുക്ക് തർക്കമില്ല. ഞാനും എനിക്ക് പോലെ അധികാരത്തിൽ ഇരുന്നവർ സഹായിച്ചിട്ടുണ്ട്. അയാളാണ് ഈ CD ഉണ്ടായിക്കൊണ്ടുവന്ന വീഡിയോ ഉണ്ടായിക്കൊണ്ടുവന്ന് ഇവിടെ പരവൂരിലെ ഏതോ ഒരു ഗ്രൂപ്പിനകത്തിട്ടു. അതാണ് കണ്ടത്. എന്തൊക്കെ വിളിച്ചു പറയും. ആ മരിച്ചുപോയ രക്തസാക്ഷിയായ അനിയനെ പോലും ആക്ഷേപിക്കാം.
ഇതിൻ്റെ കാര്യം വല്ല ഇവർക്കൊല്ലം അറിയുമോ? അതുകൊണ്ട് മാത്രം രജിസ്ട്രേഷയുടെ ചേട്ടനായതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. ഇന്ന് ഈ കേരള സംസ്ഥാനത്ത് ഉള്ള പാർട്ടിയുടെ നേതാക്കന്മാരിൽ എത്ര പേരുടെ കുടുംബത്തിൽ രജിസ്ട്രേഷനുണ്ട്? രജിസ്ട്രേഷൻ ഉണ്ടാകേണ്ട നിർബന്ധമല്ലോ? ഇല്ലല്ലോ. രജിസ്ട്രേഷൻ ഉണ്ടാകുന്ന അവിചാരിതമായ ശത്രുക്കളുടെ ആക്രമണമായിട്ട് മുൻകൂട്ടി തീരുമാനിച്ചല്ലോ നമ്മളറിയുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാവണമെന്നൊന്നുമില്ല. പക്ഷെ ഒരാൾക്കുണ്ടല്ലോ. മനസ്സിലായി? 1977 ഞാൻ 1970 തന്നെ SFIയുടെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റ്. SFI കൂടെ പ്രവർത്തനം 70 ആയപ്പോൾ ഏകദേശം SFI പ്രവർത്തനം നിന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചരിത്രമില്ല, പ്രത്യയശാസ്ത്രമില്ല, രാഷ്ട്രീയമില്ല, ചുമ്മാ ചീത്ത പറയുക. അപ്പം എനിക്ക് ഗുണ്ടാ ഗ്യാങ്ങുകളൊന്നുമില്ല. ഞാൻ അകമ്പടിക്കാരെ കൊണ്ട് നടക്കാറില്ല, ഒരു കാലത്തുമില്ല. മന്ത്രിയായപ്പോഴും MLA ആയപ്പോഴും ജില്ലാ സെക്രട്ടറി ആയപ്പോഴും ഞാൻ അകമ്പടിക്കാരെ കൊണ്ട് ആരെങ്കിലും സുഹൃത്തുക്കൾ കൊടുക്കാം സഹകരണം. ഞാൻ അങ്ങനെ ഒരാളല്ല. അപ്പം എന്തിനാണ്? അപ്പം ഇത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്നതിന് വേണ്ടി ബോധപൂർവം ചെയ്യുകയാണ്. അതിനാരുമായിട്ടാണ് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എനിക്കറിയില്ല. ഏതായാലും ശരി, ഇത് അമ്പലപ്പുഴ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള ഒരു ജനപ്രതിനിധിയുടെ അനുയായികളും കൂടി ചെയ്യുന്നതാണ്. അതെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഒരു എന്താ പറയുന്നത്, ഈ പൊതുപ്രവർത്തകനാകുമ്പം നമുക്ക് അംഗീകാരങ്ങളൊക്കെ കിട്ടുമല്ലോ, എന്താ പുരസ്കാരങ്ങളൊക്കെ കിട്ടും. ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പുരസ്കാരമൊന്നും ഞാൻ ചോദിച്ചു വാങ്ങാറില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. അപ്പം ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് എന്നോടൊപ്പം പ്രവർത്തിക്കാൻ പ്രായം കൂടുതലുണ്ടെങ്കിലും ഞങ്ങൾ സഹപ്രവർത്തകരായിരുന്നു P. സുധാകരൻ. അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഞാൻ തിരുവനന്തപുരം സെക്രട്ടറിയേറ്റിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ടായിരുന്നു. ഞാൻ ജില്ലാ സെക്രട്ടറി 2 തവണയായി. അദ്ദേഹം ഉണ്ടായിരുന്നു സെക്രട്ടറിയേറ്റ് സ്റ്റേറ്റ് കമ്മിറ്റി. ഇത് ഒരു ദിവസം പെട്ടെന്ന് അസുഖം ഉണ്ടായത് മരിക്കുകയുണ്ടായത്. അദ്ദേഹത്തിൻ്റെ കുടുംബം ഉറച്ച ഒന്നായിരുന്ന പാർട്ടിയുടെ കാലം മുതലേ പാർട്ടി കുടുംബമാണ്. മക്കളെല്ലാം അജോയി അടക്കം അവരെല്ലാം ശക്തരായിട്ടുള്ള പാർട്ടി പ്രവർത്തകരാണ്. ആ അമ്മ ഇപ്പോഴും ഉണ്ട്, സ്വന്തസ്ഥാന ഭാര്യയുണ്ട്, അവരെല്ലാം ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണാദിനമായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസം 7-ാം തീയതി. അപ്പോൾ അവരൊരു അവാർഡ് ഏർപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ പേര്. കഴിഞ്ഞ തവണ പാലോടിക്ക് കൊടുത്തു. അടുത്ത കാലത്ത് ഏർപ്പെടുത്തിയത്. ഇത്തവണ അവർ എനിക്കാണ്. അവരോടത് പറയുമ്പോഴാണ് നമ്മളറിയുന്നത്. അതവിടെ തന്നു ജസ്റ്റിസ് ഗോപിനാഥ് സാറിന്. ഗോപിനാഥ് ഹൈക്കോടതി ജഡ്ജി അദ്ദേഹമാണ് തന്നത്. ഒരു 10-700 വലിയ യോഗമാണ്. അത് വീട്ടുകാരെ സംഘടിപ്പിക്കുന്ന യോഗം, കുടുംബം. വൈകുന്നേരം പാർട്ടിയുടെ യോഗം KP റോഡ് വൈകുന്നേരമുണ്ട്. അത് EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഈ പുരസ്കാരം എനിക്ക് തരുന്നതെന്ന് പറഞ്ഞ് ഈ അമ്പലപ്പുഴയിലെ ഈ ജനപ്രതിനിധി വിളിക്കുകയാണ് അവിടേക്ക്. ആ വീട്ടിൽ ഒരു സ്വാധീനമുള്ള വീടല്ലത്. അവിടെ പരിചയം ഉണ്ടായിരിക്കും. ഇത് കൊടുക്കാൻ പാടില്ല. P. സുധാകരനെ വിമർശിച്ചതാണ് പറയുക. ഇനി വിമർശിച്ചത് സങ്കല്പിച്ച് പാർട്ടിക്കകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കത്തില്ല. ഞാനങ്ങനെ വിമർശിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു പ്രശ്നമില്ല. പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല. ഞങ്ങൾ ഒരുമിച്ച് നിന്ന ഫൈറ്റ് ചെയ്തത്. ഉൾപ്പാർട്ടി ഫൈറ്റിൽ പോലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അവിടെ വിളിച്ച് പറയുകയാണ്. അതിനുള്ള എന്താ പറയുന്നത്, നമ്മുടെ അതിന് പറയുന്ന സംസ്കാരം. അവരതിന് നല്ല സമുചിതമായ മറുപടി പറഞ്ഞു. കേട്ടല്ലോ, മറുപടി പറഞ്ഞു. ഇതുവരെ നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ എന്തേ നടക്കുന്നത്? സമൂഹത്തിൽ നിന്ന് ഉന്മൂലനാശനം ചെയ്യുക. കായികമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അത് ചെയ്തേന് ഉറപ്പാണ്. അതിന് പ്രത്യാഘാതം താങ്ങാനുള്ള കെൽപ്പില്ല. ജയിലിൽ പോകാനും വധശിക്ഷയ്ക്ക് വിധിക്കാൻ നമുക്ക് കിടക്കും. കാരണം സൗകര്യങ്ങളൊക്കെ വേണമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാണ്. അത് പ്രസ്ഥാനത്തിന് ദോഷമാണ്. ഈ കാര്യങ്ങളൊക്കെ ജില്ലാ സെക്രട്ടറിയോട് അത്യാവശ്യം ചിലപ്പോൾ പറയുന്നുണ്ട്, നോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ അതിലേക്ക് എനിക്ക് പരാതിയൊന്നുമില്ലല്ലോ. എനിക്കിത് ഫൈറ്റ് ചെയ്യാൻ അറിയാം. 62 കഴിഞ്ഞ് 63-ാം വർഷത്തിലേക്ക് കടക്കുക പാർട്ടി മെമ്പറായിട്ട്. കേരളത്തിൽ തന്നെ എത്ര പേരുണ്ടാകും? പിണറായി വിജയൻ പാലോട് 9 കിട്ടി. അങ്ങനെ കുറച്ച് പേരല്ലേ ഉള്ളൂ. വൈക്കം വിശ്വൻ 63-ലേറെ ഉണ്ടാവും. അവർ എൻ്റെ സീനിയേഴ്സാണ് അവരൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ ഒരാളാണ് ഞാനിവിടെ 2 തവണ ജില്ലാ സെക്രട്ടറി. എല്ലാം നിങ്ങൾക്ക് അറിയാം. നീ മന്ത്രി ആയില്ലേടാ, നീ MLA ആയില്ലേടാ. അപ്പം ഇതെല്ലാം ഒരു വലിയ കാര്യമാണ്. മന്ത്രി MLA എന്നൊക്കെ പറഞ്ഞാൽ എന്തോ വലിയൊരു സംഭവമാണ്. ആ ബൂർഷ ആശയമാണ് ഈ മനസ്സിൽ കിടക്കുന്നത്. മന്ത്രി ആയാലും MLA ആയാലും ഡിസ്ട്രിക്ട് കൗൺസിൽ പ്രസിഡന്റ് ആയാലും സിൻഡിക്കേറ്റ് മെമ്പർ ആയാലും പാർട്ടിയുടെ
വഴി കിട്ടുന്നതാണ്. പാർട്ടികൾ തരുന്നതെന്ന യോഗ്യത ഉള്ളതുകൊണ്ടല്ലേ. നീ ആയില്ലേന്ന് ചോദിച്ചാൽ എന്നെയല്ല ആക്ഷേപിക്കുന്നത്, ആ പാർട്ടിയാണ്. തിരുവനന്തപുരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. CH EMSും AKG ഒക്കെ ആയിട്ട് അവിടെ കീഴിൽ പ്രവർത്തിച്ച ആളാണ് ഞാൻ. VS അച്യുതാനന്ദൻ, ഗൗരിയമ്മ, ഇപ്പോൾ പിണറായി വിജയൻ. 30 വർഷമായിട്ട് പിണറായി വിജയനുമായിട്ടുള്ള അടുപ്പമാണ്. ഇപ്പം 4-5 വർഷമായി. അങ്ങനെ ഞങ്ങളവിടെ, ഞാനിവിടെയല്ലേ. പാർലമെൻറ്റ് ഇലക്ഷൻ വന്നപ്പോൾ എന്നോട് കണ്ടു, 2 തവണ കണ്ടു, സംസാരിച്ചു. ഞാൻ ഈ ജില്ല മുഴുവൻ നടന്ന് പ്രസംഗിച്ചു, ജില്ലയ്ക്ക് വെളിയിൽ പ്രസംഗിച്ചു. 2.5 ലക്ഷം 1.5 ലക്ഷത്തിൽ മറ്റുള്ളിടത്ത് നോറ്റം കൂടെ 60,000 ഉള്ളൂ കുറവ്. ഇവിടെയും 2-2.5 ലക്ഷമൊക്കെ വരാവുന്നതാണ്. 60,000 ഉള്ളൂ. പക്ഷേ KC വേണുഗോപാലല്ലേ ഇതിനായിട്ട് വന്നത്. അപ്പോൾ ഇവിടെ താരതമ്യേന ഭൂരിപക്ഷം കുറവാണ് അവരുടെ. 2.5 ലക്ഷമാണ് എറണാകുളത്ത്. 1.5 ലാഖാണ് ഇവിടെ കൊല്ലത്ത് മുകേശ്വരം. 1.25 ലക്ഷം വോട്ടിൻ്റെ കുറവ് ശൈലജയ്ക്ക് വന്നു. ഏറ്റവും പോപ്പുലറായിട്ടുള്ള കോമഡി എടുക്കും. ഈ ലെവലിലാണ് തോറ്റത്. ഇവിടെ 60,000 ഉള്ളൂ. അത് രണ്ടാമത് ആരിഫ് മത്സരിച്ചു. ആരിഫ് ആദ്യമായിട്ട് നോക്കുക, മുമ്പ് ആരിഫ് തോറ്റിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ തരത്തിലൊക്കെയുള്ള നടപടിക്രമങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഇതിൽ പാർട്ടി മെമ്പർമാരുണ്ട്, DC മെമ്പർമാരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഓമനക്കുട്ടൻ, DYFIയുടെ ജില്ലാ സെക്രട്ടറി ഈ അനാവശ്യമായ പോസ്റ്റുകളിലേക്ക് സഭയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഒരു അക്ഷയ് ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് എനിക്ക് അയാളുടെ ഒരു ആദരവാണ് കൂടുതൽ. അയാൾ പാലാക്കാട് വന്ന് മാവേലിക്കൽ താമസിച്ചാണെന്ന് പറയുന്നു. അയാൾ ഞാനുമായിട്ട് ഒരു പ്രശ്നമില്ല. അയാളൊരു പോസ്റ്റും മർക്കട പോസ്റ്റിലാണ് വിളിക്കുകയാണ്. മർക്കട എന്ന് പറഞ്ഞാൽ കൊലങ്ങന്നല്ലേ അല്ലേ? ഉടനെ ജില്ലാ സെക്രട്ടറിയും DYFI ജില്ലാ സെക്രട്ടറി DC മെമ്പറുമായ ജെയിംസ് മാത്യു എന്നല്ല, ജെയിംസ് എന്ന് കഴിഞ്ഞ പേര് അദ്ദേഹം ഉടനെ ലൈക്ക് ചെയ്ത് പോസ്റ്റ് ഇടുക. ജില്ലാ കമ്മിറ്റി മെമ്പറായ KK ഷാജു പാർട്ടിയിൽ നിന്ന് വെളിയിൽ പോയി, ASS പോയി, ഞങ്ങളെ തോപ്പിച്ച് MLA ആയി, പിന്നെ കോൺഗ്രസ് പോയി. ഇപ്പോൾ പാർട്ടിയുടെ DC നേരെ അങ്ങ് വന്നു. അദ്ദേഹം 2 പോസ്റ്റ് ഇട്ടു. വെറുതെ ഒരു പോസ്റ്റ് DC മെമ്പർ വിഷയം ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല അങ്ങനെ പറയുമെന്ന്. അതായത് ഞാൻ കോൺഗ്രസ് പോകുന്ന ഞാൻ പറയുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു പോസ്റ്റ്. അപ്പോൾ എന്തുണ്ടായി? പൂരത്തെറിയലടി ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ട് അദ്ദേഹം ഇട്ടു. ഇവിടെ LC സെക്രട്ടറി ആയിരുന്ന ദിനേശ് സൗത്ത് പഞ്ചായത്തിൽ പുന്നപ്പുറ AC മെമ്പറാണ്. എന്നെ ചെയ്ത് വിളിച്ചിട്ടുണ്ട്. ഞാൻ കോൺഗ്രസ് പോകുമെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. മിഥുൻ എന്ന് പറയുന്ന LC മെമ്പർ പരിപാടി കള്ള് ഷാപ്പിൽ പോയി എല്ലാവരും വെള്ളം അടിച്ചിട്ട് വന്ന് അവനെ കൊണ്ട് പോസ്റ്റ് ഇടിച്ചു. എൻ്റെ വെച്ചുള്ളത് LC മെമ്പറാ, പേര് വെച്ചാണ്. പേരൊന്നും മറക്കാൻ താല്പര്യമില്ല. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ ഏതോ നേതാവ് പറഞ്ഞ് അവിടെ താൽക്കാലിക ജീവനക്കാരനോ അദ്ദേഹമാണ് ഈ സംസ്കാരം. എന്നിട്ട് പിന്നെ എൻ്റെ അച്ഛനെ വിളിച്ചു. ഇതുപോലെ എത്ര ഉദാഹരണം വേണം? AC മെമ്പർ, LC മെമ്പർ, DC മെമ്പർ. ജില്ലാ സെക്രട്ടറിക്ക് വേണം ഇടപെട്ടാൽ മതി. നിർബന്ധമൊന്നുമില്ല ഇടപെട്ടുകൊണ്ട്. അദ്ദേഹത്തിന് വേണം ഇടപെട്ടാൽ മതി. അദ്ദേഹം കോളേജിൽ പഠിക്കുമ്പോൾ ഞാനിവിടെ സെക്രട്ടറിയിൽ വന്നു. ഞങ്ങളൊക്കെ പൊന്നുപോലെ കൈപിടിച്ച് വളർത്തി സ്നേഹിച്ചു നടന്നവരാണ്. ഞാൻ ജില്ലാ സെക്രട്ടറി ആയതിൻ്റെ സെക്രട്ടറി ഞാൻ എടുത്ത ആളാണ് ആദ്യം. എന്നോട് യാതൊരു ഉണ്ടാവേണ്ട കാര്യമില്ല, ഉണ്ടാവാനിടയില്ല. എനിക്കറിയില്ല എന്താണെന്ന്. ജില്ലാ സെക്രട്ടറി മാത്രമല്ല, സംസ്ഥാന സെക്രട്ടറി പറഞ്ഞില്ല ഇവിടെ. സഹിച്ചെറിയാനെ വിദ്യാർത്ഥി ജീവിതം മുതൽ നമ്മൾ കൈപിടിച്ചുകൊണ്ട് നടന്നതല്ലേ അല്ലേ? സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു. ജില്ല മാത്രമല്ല, സുജാതയില്ലേ കേന്ദ്ര കമ്മിറ്റി മെമ്പർ, സ്ത്രീയല്ലേ? നീ ചൂണ്ടിക്കാണിച്ചോ? ചന്ദ്രബാബു ഇല്ല വലിയ ട്രെയിനുള്ള നേതാവ്, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ, ചൂണ്ടിക്കാണിച്ചോ? അപ്പോൾ 4 സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർ ജില്ലാ സെക്രട്ടറി അടക്കം, ഒരു കേന്ദ്ര കമ്മിറ്റി മെമ്പർ, സെക്രട്ടേറിയറ്റ് മെമ്പർ സ്റ്റേറ്റിൽ. അപ്പോൾ അതങ്ങനെ ആയിരിക്കുന്നു. ആലപ്പുഴ കൃഷ്ണപിള്ള സ്ഥാപിച്ച പാർട്ടിയായി. എനിക്ക് സ്റ്റേറ്റ് കമ്മിറ്റിക്കൊന്നും ഞാൻ പരാതി കൊടുക്കുകയോ മുഖ്യമന്ത്രിയോടോ അല്ലെങ്കിൽ സെക്രട്ടറിയോട് ഗോവിന്ദ സാറിനോട് ഞാൻ പറയാനേ പോലും. എന്തിനു പറയണം? ഇതുകൊണ്ട് എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? എനിക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് മാത്രമല്ല, ആളുകളുടെ രോഷം ഇവർക്കെതിരായിട്ട് വന്നിരിക്കുകയാണ്. അവരെ ലക്ഷ്യം വെക്കുന്നത്
അവർക്ക് പാർട്ടിയുടെ അടിസ്ഥാനപരമായ എന്താ പ്രോഗ്രാം, പാർട്ടി പ്രോഗ്രാം, ദാറ്റ് ഈസ് റെവല്യൂഷണറി സ്ട്രാറ്റജി, വിപ്ലവ തന്ത്രം, അതായത് ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്ന തന്ത്രം ഒരു ലോങ് സ്റ്റാൻഡിങ് തന്ത്രമാണ്. അപ്പോൾ ബൂർഷ്വാ ഡെമോക്രസിയാണ്. അപ്പോൾ റെവല്യൂഷൻ കൂടി അത് വരുള്ളൂ, സ്വയം വരുത്തില്ല. അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ഓരോ അടവുകളാണ് നമ്മൾ സ്വീകരിക്കുക. ഓരോ സമയത്ത് അടിയന്തരാവസ്ഥ അടവ് സ്വീകരിച്ചു. ഇപ്പം നാഷണൽ ലെവലിൽ കോൺഗ്രസിൻ്റെ ആധിപത്യം പോവുകയും അവരൊരു വൻകിട പാർട്ടി അല്ലാതാവുകയും ചെയ്തപ്പോൾ അതാണ് ഇന്ത്യ മുന്നണി, അവരോട് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയെ സഹകരിക്കുന്നത്. കേരളത്തിൽ അതിൻ്റെ ആവശ്യമില്ല, ഇവിടെ സഹകരിക്കുന്നില്ല. എല്ലാം ടാക്ടിക്സാണ്, അടവുകളാണ്. ഈ അടവുകളിലൂടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോയി സ്ട്രാറ്റജിയായ ഇന്ത്യൻ വിപ്ലവം നടത്തുക എന്നുള്ള ആ പാർട്ടി പരിപാടി, പീപ്പിൾസ് ഡെമോക്രാറ്റിക് റെവല്യൂഷൻ അച്ചീവ് ചെയ്യാമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിലാണ് 62 വർഷമായി പാർട്ടി നിൽക്കുന്നത്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. ഏൽപ്പിച്ചതെല്ലാം ജോലി നന്നായിട്ട് ചെയ്തു. നീ മന്ത്രിയായില്ലേ? അതെ, ഞാൻ മന്ത്രിയായി. 2 തവണ മന്ത്രിയാക്കിയില്ലേ? ചെറിയ കാര്യമായി, ഒരു MLA ആക്കിയിട്ടുള്ളൂ. അതിന് മുമ്പ് ഈ പറയുന്ന ആളുകൾ എന്താ ആകാതെ? ഇവർക്ക് നാളെ ആകാൻ അനുവാദം കൊടുക്കുമോ? ജനം ജയിപ്പിച്ചിട്ട് വേണ്ടേ? അപ്പോൾ ഇത് പാർട്ടിക്കകത്തുള്ള തീരുമാനമല്ല. പാർട്ടിക്ക് അങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ? ഇവിടെ ഗോതമാഷ് വന്നിരുന്നു, ഇവിടെ വന്നിരുന്നല്ലേ ഗോതമാഷ്, എന്നെ കാണാൻ ഒരു വർഷം മുമ്പ്. ബിനോയ് വിശ്വം ഇവിടെ വന്നിരുന്നു. ഇവിടെ എല്ലാ ലീഡേഴ്സും KC വേണുകുമാർ വന്നു സുഖമില്ലായിരുന്നപ്പോൾ. അതിനോട് ലിജു ഉണ്ടായിരുന്നു, ആഞ്ചലോസ് ഉണ്ടായിരുന്നു ബിനോയ് വിശ്വത്തിൻ്റെ കൂടെ. ഇവിടെ വരും. ഈയിടെ ഇവിടെ കുറച്ച് BJP-ക്കാരുള്ളൊരു വാർഡായി, 5-ാം വാർഡ് ഇവിടെ. അപ്പോൾ വാർഡിന് നമ്പർ പറയുന്നുണ്ട്. BJP ജയിക്കുന്ന ഒരു വാർഡായിരുന്നു, ഈ ഒരു വാർഡ് ജയിക്കുന്നുണ്ട്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഇലക്ഷൻ കാലത്ത് വന്നു അവിടെ നിന്ന്. ഞാൻ വരേണ്ടതില്ല എന്ന് പറയുന്നതിൽ വിഷമമുള്ളൊരു വീട്ടിൽ വരണ്ടാന്ന്. കാരണം അവർ വന്ന് വോട്ട് ചെയ്യുന്നുണ്ടെന്ന് നമ്മുടെ രാഷ്ട്രീയ ധാരണ മാറുന്നത് അങ്ങനത്തെ സ്ഥലമാണ്. ഈയിടെ അവരുടെ ഇവിടെ ഒരു വീട്ടിൽ വന്നു ഭക്ഷണം കഴിക്കാൻ. ഇവിടെ നിന്ന് വന്നു, ഇവിടെ ഒരു അപ്പുറത്തൊരു BJP. അപ്പോഴും അവർ ഫോണിൽ കൂടി ഒരാൾ ജയിച്ചതിന് വഴി. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് അവരോട് വിരോധമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ആ ഒരു മാന്യത വേറൊന്നും സംസാരിക്കാനില്ലല്ലോ. നമ്മളങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം. എനിക്ക് രാഷ്ട്രീയം അറിയാമല്ലോ, മനസ്സിലായില്ലേ? 32 വർഷം ആലപ്പുഴ ജില്ലയിലെ ജില്ലാ കമ്മിറ്റിയുടെ പാർട്ടി വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ ചെയർമാനാണ് ഞാൻ തുടർച്ചയായി 32 വർഷം. 2ാമത്തെ തവണ മന്ത്രിയായപ്പോൾ ഞാനത് ഒഴിച്ചു. കാരണം അത് വേറൊരാളെ ഇപ്പോൾ പ്രസാദാണെന്ന് തോന്നുന്നു, ജയപ്രസാദ്. 32 വർഷം ഞാൻ പാർട്ടി വിദ്യാഭ്യാസം കൊടുക്കാത്ത ഒറ്റയാൾ ജില്ലാ നേതൃത്വത്തിലില്ല. അവർക്കൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പം 3-5 വർഷമായിട്ടാണ്, വിശേഷിച്ച് അടുത്ത കാലത്താണ്. മുമ്പൊരിക്കലൊരു കാരണമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് നിന്നു. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ആൾ ഈ പാർട്ടിയുടെ അവസാനം നിൽക്കാൻ സാധ്യതയില്ല. നിൽക്കാനൊക്കെ തന്നെ ഇതിനകത്ത്. ഇതിങ്ങനെ ഇപ്പോൾ ആരും ഒന്നും ചോദിക്കാൻ പറയുകയും ചെയ്യത്തില്ല. ഇന്നാലാന്ന് എല്ലാവർക്കും അറിയാം, ഒരു സെറ്റുണ്ട്, അതൊക്കെ അറിയാമെങ്കിലും ഞാൻ പോലും അത് പിൻ പോയിന്റ് ചെയ്ത് പറയുന്നില്ലല്ലോ ആരും ഇന്നാലാണെന്ന്. എല്ലാവർക്കും അറിയാം. പാർട്ടിയെപ്പറ്റി തെറ്റിദ്ധരിച്ചിരിക്കുന്നു. 62 വർഷം പ്രവർത്തിച്ച് പല പല നിലവാരങ്ങളിൽ പാർട്ടിയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് നല്ലതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ലാത്ത എൻ്റെ സേവനം കൂടി ഈ പാർട്ടിക്ക് ആവശ്യമാണ് എന്ന് സ്റ്റേറ്റ് കമ്മിറ്റി കരുതുന്നുണ്ട്. യാതൊരു സംശയമില്ല. ഇല്ല, വ്യാപകമായ പ്രചരണമൊന്നുമില്ല. നവമാധ്യമങ്ങളിൽ ഒരാൾ എഴുതിയാൽ അത് വ്യാപകമായ പ്രചരണമാണ്. പക്ഷെ അത് നവമാധ്യമം നവമാധ്യമത്തിൽ ഒരാളല്ലേ എഴുതുന്നത്? 3,50,00,000 ആളില്ലേ ഇവിടെ? ഇല്ലേ? അല്ല, ഒരാളല്ലേ എഴുതിയുള്ളൂ. അതാരെങ്കിലും വായിക്കുന്നുണ്ടാവും. അതുകൊണ്ട് വ്യാപകമായ പ്രചരണം എന്താ? ഇവരെ കുറച്ച് പേര് പ്രചരിപ്പിക്കുന്നു. 25 പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ആ 25 പേരെ പലരെ അറിയാവുന്നതുകൊണ്ട് അവർ നേരിട്ടല്ല, നേരിട്ട് ചില സന്ദർഭങ്ങളിലൊക്കെ അനാവശ്യം എഴുതിയിട്ടുണ്ട്. പക്ഷെ അവർ ഓരോരുത്തരും 10-50 പേരെ അണിനിരത്തിയിട്ട് അവരെ കൊണ്ട് ലൈക്ക് ചെയ്യും. ഇങ്ങനെയാണ് ഇതിനൊരു ഇത് വരുന്നത്. ഒരു 10,000 പേരാണ് എല്ലാം കൂടി ഇതുവരെ വന്നിട്ടുള്ളത്, എല്ലാം കൂടെ ചേർത്താൽ. ഒരാളെ അങ്ങനെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്താതെ പാർട്ടി വിരുദ്ധരാകാൻ പറ്റും? അതെങ്ങനെയാണ്? ഇതൊക്കെ ഈ നാട്ടിലെ തെറ്റായ ഉപരിപ്ലവമായ വേറെ ഊച്ചാളി രാഷ്ട്രീയക്കാർ വിചാരിക്കുന്ന കാര്യമല്ലേ? ഒരാളെ എങ്ങനെ പാർട്ടി വിരുദ്ധനാക്കാൻ പറ്റുന്നത്? പാർട്ടി നയത്തെ വെല്ലുവിളിക്കുക, പാർട്ടി ഭരണഘടന ലംഘിക്കുക, പ്രത്യയശാസ്ത്രത ചവിട്ടി അടിക്കുക, എന്നാലേ പാർട്ടി, അല്ലെങ്കിൽ പിന്നെ സ്വഭാവപരമായ ദൂഷ്യങ്ങൾ ഒടിച്ചു നടക്കുക. അങ്ങനെ അതൊന്നും അല്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ 62 വർഷം തിരിക്കുമോ? പൊളിറ്റിക്കൽ ക്രിമിനൽസ് എന്നാണ് പറഞ്ഞത്. ഗ്യാങ്സ്റ്റർ ആണല്ലോ.
യങ്സ്റ്റേഴ്സും ആണല്ലോ. അത് ഇനിയും വിശദീകരിക്കണം. ഞാൻ 2 വർഷം മുമ്പ് പറഞ്ഞാൽ, അതായത് ക്രിമിനൽ ഉദ്ദേശത്തോടു കൂടി ഒരു പാർട്ടിക്കകത്ത് കടന്നു വന്ന് പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് മെമ്പറായിട്ടോ ഭാരവാഹിയായിട്ടോ നിന്നുകൊണ്ട് പാർട്ടിക്ക് വെളിയിലൊരു ക്രിമിനൽ എന്തെല്ലാം കാണിക്കുന്നോ അത് ഇതിനകത്ത് കാണിക്കുക. അതാണ് പൊളിറ്റിക്സിൻ്റെ തണലിൽ കാണിക്കുന്ന ക്രിമിനലിസത്തെയാണെന്ന് പറയുന്നത്. അത് ഫണ്ട് വെട്ടിപ്പാകാം, അഴിമതിയാവാം, മറ്റുള്ള ചീത്ത വിളിക്കാൻ പോകുന്നവരെ ആക്ഷേപിക്കലാവാം, സ്ഥാനമാനത്തിന് വേണ്ടി വൃത്തികേട് കാണിക്കലാവാം, കള്ളരേഖ ഉണ്ടാക്കലാകാം, പലതാവാം, മദ്യപിച്ച് കണക്കാം. ഞാൻ പറഞ്ഞല്ലോ, കരുവാടിയിൽ കള്ള് ഷാപ്പിൽ കൊണ്ടുപോയി കള്ള് വാങ്ങിച്ച് കൊടുത്തിട്ടാണ് ആ മിഥിനെ കൊണ്ട് എഴുതിച്ചത്. അയാൾ അവിടുത്തെ ദേവസ്വത്തിലെ ജീവനക്കാരൻ, ഇതുവരെ ഇവിടുന്ന് പറഞ്ഞിട്ടില്ല, കോണ്ടാക്റ്റാ, ഇതുവരെ പറഞ്ഞയച്ചില്ലല്ലോ. അയാളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു പോലീസ്. അറസ്റ്റ് ചെയ്താൽ അപ്പം തന്നെ പോസ്റ്റ് ചെയ്ത് സസ്പെൻഡ് ചെയ്തല്ലേ, നിയമമല്ലേ ഈ രാജ്യത്ത്, അല്ലേ? ഇത് സസ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് കോൺട്രാക്ട് ലേബർ, അപ്പം എപ്പോൾ വേണമെങ്കിലും പറഞ്ഞയക്കാം. സ്ഥിരം ജീവനക്കാരല്ല, പറഞ്ഞയച്ചോ. അപ്പം പറഞ്ഞു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുമ്പ് ഇയാളൊരു കുഴപ്പം മുമ്പ് കാണിച്ചത് അന്ന് പറഞ്ഞയച്ചോ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രസിഡന്റ് നേരിട്ട് പറഞ്ഞു നിങ്ങളതൊന്നും നോക്കണ്ട, തിരിച്ചെടുക്കാൻ പറഞ്ഞു. ലേഡി ആയിരുന്നു അന്ന് ഏയോ, അവർ തിരിച്ചെടുത്തു. മനസ്സിലായോ? ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇയാളുടെ കാര്യം എന്താണെന്ന് അറിയാതെ പറഞ്ഞെന്നാ പറയുന്നത്. സമൂഹ മാധ്യമത്തിലൂടെയായാലും മുതിർന്ന ഒരു പാർട്ടിക്കാരനെ അധിക്ഷേപിക്കുമ്പോൾ അതൊരു പാർട്ടി വിരുദ്ധ പ്രവർത്തനമല്ലേ അവർ ചെയ്യുന്നത്? സംശയം. ഇത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം എന്ന് മാത്രമല്ല, സാംസ്കാരിക വിരുദ്ധ പ്രവർത്തനമാണ്. ഒരു മനുഷ്യനും അംഗീകരിക്കാത്തതാണ്. അതിനെ എതിർക്കുന്നവരുണ്ട് കുറച്ച് പേര്. പക്ഷെ ഞാൻ ആരെയാണ് നിരത്തിയില്ല എതിർക്കാൻ. എനിക്ക് 10,000-കണക്കിന് സുഹൃത്തുക്കളുണ്ട്. ആരോട് പറഞ്ഞു ഒന്നും പറയുന്ന ആവശ്യം എനിക്കില്ല. അപ്പോൾ മനസ്സിലായി ഞങ്ങൾ ഒരു സ്ഥിതിയല്ല ഇപ്പോഴത്തെ ആലപ്പുഴ പാർട്ടിയിലെ കാര്യമാണ്. കേരളമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഇവിടെ ഉള്ളത്. അപ്പം അതിന് സമാധാനം പറയേണ്ട ഇവിടുന്ന് പോയി നിൽക്കുന്ന ഈ സ്റ്റേറ്റ് കമ്മിറ്റി ലീഡേഴ്സും ഈ ജില്ലാ നേതൃത്വമാണ്. അവർ പരിശോധിക്കട്ടെ. വേണേ പരിശോധിക്കണമെങ്കിൽ ഇലക്ഷനൊക്കെ വരികയല്ലേ. ഈ ഇലക്ഷനിലൊക്കെ ഇതൊക്കെയാണോ ജനങ്ങളോട് പറയാൻ പോണത്? ഞങ്ങൾ സുധാകരനെ 340 തവണ ചീത്ത പറഞ്ഞിട്ടുണ്ട് കേട്ടോ, വോട്ട് തന്നില്ല. സുധാകരനെ തെണ്ടി, പട്ടി, നായ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അതിലെല്ലാം ഞങ്ങൾ വോട്ട് തരുന്നത് അതല്ലേ പ്രസംഗിക്കാൻ പോകണം. വെറുതെ പ്രസംഗിക്കാൻ പാർട്ടി നയം പ്രസംഗിക്കുന്നില്ലല്ലോ എല്ലാവരും. ഞാനിപ്പോഴും പാർട്ടിയുടെ നയമാണ് പറയുന്നത്. അവർക്ക് മനസ്സിലാവത്തില്ല, അത് പഠിച്ചവർക്കേ മനസ്സിലാവും. ഇതൊക്കെ ബേസിക്. ഞാൻ പറഞ്ഞോ 30-35 വർഷം പാർട്ടി വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. ഡൽഹിയിലെ പാർട്ടി സ്കൂളിൽ പോയി അങ്ങനെയൊക്കെ പ്രവർത്തിച്ച ഒരാളാണ്. ഇനിയിപ്പം അവരൊരു ഏജ് ബാർ വെച്ചത് കൊണ്ട് എനിക്ക് അത്ര ആയില്ലെങ്കിൽ പോലും നമ്മൾ ഒഴിഞ്ഞു. നമുക്ക് യാതൊരു പ്രശ്നമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ട് അതിന് കോൺഗ്രസിൽ പോവാം. ആദ്യം പറഞ്ഞ് BJP പോകണം, BJP പോവുക. ഇപ്പം അതൊക്കെ നിർത്തി കോൺഗ്രസിൽ പോവുക. എന്തോ പറയേണ്ട കാര്യം? എന്തടിസ്ഥാനത്തിലായി പറയുന്നത്? ഇന്ത്യൻ രാഷ്ട്രീയത്തെപ്പറ്റി യാതൊരു ധാരണയില്ലാതെ, പാർട്ടിയുടെ നിലപാടുകൾ അറിയാതെ, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഇരുന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നവർക്ക് പാർട്ടി നയം അറിയത്തില്ലെന്ന് മനസ്സിലായില്ലേ? ഇന്ത്യ മുന്നണിയിൽ CPM സഹകരിക്കുകയല്ലേ? അത് കോൺഗ്രസ് അല്ലേ അതിന് നേതൃത്വം? അല്ലേ? ഇവിടെ അതിൻ്റെ ആവശ്യമില്ലെന്നുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് പറ്റും. ഒറ്റയ്ക്ക് പറ്റാത്തൊരു കാലം ഒരു വന്നു സങ്കല്പിക്കുക, ഉണ്ടാവുമല്ല. BJP കുറച്ചൊക്കെ കയറുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും യോജിപ്പ് വേണ്ടി വരും BJPയെ തടയാൻ. ആ സ്ഥിതി മറ്റുള്ളിടത്തുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഇല്ല, അതുകൊണ്ടാവാൻ സാധ്യതയില്ല ഇവിടെ. കാരണം പാർട്ടി രക്തസാക്ഷികളുടെ പാർട്ടി ആയതുകൊണ്ട് അതിങ്ങനെ ഒരുപാട് തളരത്തില്ല ഇവിടെ. 1% അങ്ങോട്ട് മാറിയ പിന്നെ 2% കയറി വരും. അങ്ങനെയാണല്ലോ. ഈ രാഷ്ട്രീയം അറിയില്ല. മറ്റൊന്ന്, കോൺഗ്രസിനെ പോന്ന് പറയുന്ന കാര്യം എന്താ? കോൺഗ്രസിന്റെ വേദിയിൽ പോയി പ്രസംഗിച്ചു. എങ്ങനെയുണ്ട് രാഷ്ട്രീയം? സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറിന്റെ മണ്ഡലത്തിൽ തന്നെ 2 പഞ്ചായത്തിൽ കോൺഗ്രസുമായിട്ട് ചേർന്ന. അതെ, കോൺഗ്രസുമായിട്ട് ചേർന്നത് പാർട്ടി നയത്തിന് വിരുദ്ധമല്ലേ? അത് പാർട്ടി നയത്തിന്. പാർട്ടി ഒരിക്കലും കോൺഗ്രസുമായി രാഷ്ട്രീയ ഐക്യമനം ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ വേദിയിലല്ല പോയത്, അവരുടെ സാംസ്കാരിക സംഘടനകൾ സംഘടിപ്പിച്ച സെമിനാറിനാണ് പോകുന്നത്. വിവിധ അഭിപ്രായങ്ങൾ വരുന്നതിനാണ് സെമിനാർ. ഇടതുപക്ഷത്തിൻ്റെ അഭിപ്രായം എന്നെ മാത്രമേ വിളിക്കുകയില്ലേ, വേറെ ആരെയും വിളിക്കില്ല. എന്താ എൻ്റെ കുറ്റാണോ? അത് പറയാൻ എനിക്കറിയാം. ഞാൻ പറഞ്ഞാലേ അത് ക്രെഡിബിലിറ്റി വരും എന്നവർക്ക് അറിയാവുന്നതുകൊണ്ടാണ്. അവരുടെ അഭിപ്രായം പറയാൻ, അവരുടെ പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞ് വേറെ ആളെ വിളിച്ചിട്ടുണ്ട്. ആകെ 2 തവണ പോയിട്ടുള്ളൂ ഇതുവരെ, ഇത്രയും കാലത്തിനുള്ളിൽ. കോൺഗ്രസ് വേദിയിൽ ഇരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിൽ നിന്ന് ചിരിക്കുന്നു. അതായത് വേദിയിൽ രാഷ്ട്രീയം നോക്കിയാണ് സീറ്റിടുന്നത്. അത്ര എന്ത് പ്രസ്ഥാനത്തിന് എന്ത് സംഭാവന ഇവർ ചെയ്യുന്നത്? പറയട്ടെ, ഞാൻ പറയട്ടെ. അപ്പോൾ
ഒന്ന് തിരുവനന്തപുരത്തായിരുന്നു, ഇപ്പോൾ ഒരു 6 മാസമായി. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച് ഒരു സെമിനാറാണ്. അവരെന്നെയും വിളിക്കും, ഉദ്ഘാടനമൊന്നുമല്ല, പ്രധാന സുധീരനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സംസാരിച്ചത് ശിവഗിരി മഠത്തിന് അങ്ങ് വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവരുടെ മാസികയിൽ ഈ പ്രസംഗം കംപ്ലീറ്റ് കൊടുത്തു. അവിടെ ഞാൻ മാസ്റ്റർ ലെനിസോക്കിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെ ഇരിക്കുന്ന ആർക്കൊരു വിഷമമുണ്ട്, അങ്ങനെ ഞാൻ പറയുന്നത്. അവന്മാരാരെങ്കിലും വായിച്ചിട്ടുണ്ട് ഇവരാരെങ്കിലും? അതാണ് രണ്ടാമത് ഇവിടെ ഗവൺമെൻറ് ജംഗ്ഷനിൽ, ഗവൺമെൻറ് സ്ക്വയറിൽ ഇവിടെ സാംസ്കാരിക സ്വാതന്ത്ര്യം, രാഷ്ട്രീയവും സംസ്കാരവും. കോൺഗ്രസും സംസ്കാരവുമല്ല, രാഷ്ട്രീയവും സംസ്കാരവും. ഞാൻ പോയി സംസാരിച്ചു. ഞാൻ അടിയന്തരാവസ്ഥ വിമർശിച്ചു. അവിടെ അടിയന്തരാവസ്ഥ ഇതുവരെ കോൺഗ്രസ് തള്ളിപ്പറഞ്ഞിട്ടില്ല. തള്ളിപ്പറയാത്ത കാലത്തോളം കോൺഗ്രസിന് ഗതിയില്ലെന്ന് ഞാൻ പറഞ്ഞു. പഴയ സ്ഥിതിയിലാവട്ടെ. എന്തെങ്കിലും രക്ഷ വേണമെങ്കിൽ അടിയന്തരാവസ്ഥയെ തള്ളിപ്പറയണം. ഇപ്പം ചിദംബരം തള്ളിപ്പറഞ്ഞപ്പോൾ അയാളെ കൊല്ലാൻ നിൽക്കാവുള്ളൂ. അപ്പോൾ ഇവർക്ക് മാറ്റം വന്നു. അടിയന്തരാവസ്ഥ അധികം മനോഭാവമാണ് കോൺഗ്രസ്. ചിദംബരം നല്ല കാര്യമല്ലേ ചെയ്തത്? അടിയന്തരാവസ്ഥ ആരനുകൂലിക്കും? അങ്ങനെ തന്നെ തള്ളിപ്പറഞ്ഞല്ലേ എന്ന്. ആ അടിയന്തരാവസ്ഥയെ ചിദംബരം തള്ളിപ്പറഞ്ഞപ്പോൾ അതിനെ ഒരു കാര്യത്തിൽ വിമർശിക്കേണ്ട കാര്യമില്ല. അവർക്ക് നല്ലതാണ്. അതിന് കോൺഗ്രസ് നേതൃത്വം, കേന്ദ്ര നേതൃത്വം എതിർക്കുന്നത് കണ്ടോ? അപ്പോൾ കോൺഗ്രസിന് മാറ്റമില്ല. മനസ്സിലായില്ലേ? കുഴിയാനയായാലും ആനയായാലും ഒരേ കൾച്ചറാണ്, ഒരേ സംസ്കാരമാണ്, ഒരേ ഭൂഷ ഐഡിയോളജിയാണ്. ഭൂപ്രഭുക്കന്മാർ സപ്പോർട്ട് ചെയ്ത ഐഡിയോളജിയാണ് കോൺഗ്രസിന്. ഞാൻ അടിയന്തരാവസ്ഥക്കെതിരെ സംസാരിച്ചു അവിടെ. മനസ്സിലായോ? എന്നെ ഇത് രണ്ട് മീറ്റിങ്ങിനാണ് ആകെ ഞാൻ പോയത്. കോൺഗ്രസിൽ പോവാം, കോൺഗ്രസ് അത് പൊക്കോളാനാണ്. അതിനകത്തൊന്നും വേണ്ടത്. ഞങ്ങൾക്ക് വേറെ കുറച്ച് പേർക്കുള്ളതാണ് ഈ സാധനം. ഇത് പാർട്ടി തീരുമാനമാണോ അല്ല, ഇടതുപക്ഷ തീരുമാനമാണോ അല്ല, CPIയുടെ അംഗീകാരം ഉണ്ടോ ഇല്ല, ആരുടെ അംഗീകാരം? കുറേ പേര് വൃത്തികേട് കാണിക്കാനും വൈകുന്നേരം മദ്യപിക്കാനും, അതുപോലെ തന്നെ എല്ലാവരും മദ്യപിക്കുന്നവരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് പൈസ ഉണ്ടാക്കുക, അടിച്ച് ജീവിക്കുക. ഈ പോസ്റ്റൊക്കെ ഇടുന്നവർ ചിലർ റെസ്റ്റോറൻറ്റിൽ അവരെ ചില സ്ത്രീകളുമായിട്ടൊക്കെ ഇരിക്കുന്നത് ഇങ്ങനെ ഇടുന്നുണ്ട്. എല്ലാം കിടക്കുന്നുണ്ട് 1-2 വർഷമായിട്ട്. ഈ പോസ്റ്റ് ഇടുന്നുള്ള ഒരാളാണ്. എപ്പോഴും ഒരു സ്ത്രീ കാണും ഇയാളുമായിട്ട് ആ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുക. മനസ്സിലായോ? ഇതൊന്നും ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവരെല്ലാം കൂടെ ചേർന്നാന്ന് ഞാൻ പറയുകയാണ്. അമ്പലപ്പുഴയിൽ ഇത് നിയന്ത്രിക്കാൻ ആരുണ്ട് ഇവിടെ? ഉണ്ട്. നിങ്ങൾക്കാണ് ഓമനക്കുട്ടനാണ് പിന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള എന്താ പറയുന്നൊരു വീഡിയോ ഉണ്ടാക്കി കൊടുത്ത് എന്നെ ചീത്ത പറയിച്ചത്. ഇതാണ് നമ്മുടെ കൊണ്ടിടിക്കുക. എല്ലാ വിവരങ്ങളുമുണ്ട്. ഇതാണ് നിഷേധിച്ചാൽ ഞാനത് നിഷേധിക്കാനൊന്നും പോകുന്നില്ല. അത് വ്യക്തമായി എനിക്ക് കള്ളം പറയേണ്ട കാര്യം എന്താ? എനിക്ക് കള്ളം പറഞ്ഞു. ഞാനാകെ ഒരാളുടെ പേരെ ഇപ്പം പറഞ്ഞത് പ്രധാന ഓമനക്കുട്ടൻ, മറ്റേ ഇയാൾ ജെയിംസ് മാത്യു എന്നല്ല അയാളുടെ പേര്. ജെയിംസ് കഴിഞ്ഞ് വേറൊരു പേര്. ഇവിടെ ഈ പിന്നെ ജഗദീശൻ, മിഥുൻ, ഞാൻ കുറച്ച് ചീത്ത പറഞ്ഞ കാര്യം പറഞ്ഞു. അശ്വലം പറഞ്ഞു. എൻ്റെ അച്ഛനെ വിളിച്ചു. എൻ്റെ അച്ഛനൊരു സാധാരണ ദരിദ്ര കൃഷിക്കാരനായിരുന്നു. കഷ്ടപ്പെട്ട അയാളെ പഠിപ്പിച്ചത്. വിദ്യാഭ്യാസം കൊണ്ട് മാത്രമാണ് അച്ഛൻ നിലത്തെഴുത്തൊക്കെ എഴുതിയിട്ട് വരുന്നത് അല്ലേ. എന്നിട്ട് ഒരാൾ പറയുന്നു, എന്താ പറയുന്നത്, ഇയാൾ രാമായണം വായിച്ച് നടക്കുകയാണ്. രാമായണം വായിക്കുന്നത് തെറ്റാണ്. രാമായണവും മഹാഭാരതവും ഭാഗവതവും ഒക്കെ വായിക്കാതെ അങ്ങനെ ഈ രാജ്യത്തെ പറ്റി മനസ്സിലാക്കുക. എങ്ങനെ നമുക്ക് സാഹിത്യത്തെ പറ്റി സംസാരിക്കാൻ പറ്റും? ഒരു ഭക്തി ഗ്രന്ഥം മാത്രമാണ് അത്. ബൈബിളിനെ മാർസ് ഉദ്ധരിക്കുന്നുണ്ടല്ലോ, പലതും ഷേക്സ്പിയറെ ഉദ്ധരിക്കുന്നുണ്ടല്ലോ. ഷേക്സ്പിയറേക്ക് ഉദ്ധരിക്കുന്നു, ബൈബിളിനെ ഉദ്ധരിക്കുന്നുണ്ടല്ലോ അല്ലേ. പ്രാകൃത കമ്മ്യൂണിസമാണ് ആദ്യകാലത്ത്. അതായത് വർഗങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ളൂ. പ്രാകൃത കമ്മ്യൂണിസം അതല്ലേ മാർക്സ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള കാര്യങ്ങൾ സഖാക്കളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ. ഇനി അവസരം കിട്ടിയാൽ ഇനിയും പഠിപ്പിക്കും. അതിനൊന്നും സ്ഥാനമാനം വേണ്ട. ഒരാളുടെ അറിവ് നിരന്തരം വളർത്തിക്കൊണ്ട് വരികയും നേതൃത്വത്തിൽ നിന്ന് അറിവ് തേടുകയും അണികൾ തേടുകയും ജനങ്ങൾ തേടുകയാണ്. ജെയിംസ് സാമുവലിന്റെ പേര് അയാൾക്കെതിരെ ഈ തെറ്റായ പോസ്റ്റിൽ അയക്കേണ്ട ഒരു കാര്യമില്ല. തെറ്റാണെന്ന് എഴുതുകയാണ് വേണ്ടത്, അതല്ല. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞാലേ പറ്റൂ. ആലപ്പുഴയിൽ പാർട്ടി സംസ്ഥാന നേതൃത്വം ഒന്നും കാര്യം അവരെ അറിയിക്കാതെ ഒരു മൂടുപട വിട്ടിട്ട് പൊളിറ്റിക്കൽ ക്രിമിനലിസം അഴിഞ്ഞാടുകയാണ്. അതിനാരാണ് നേതൃത്വം കൊടുക്കുന്നതാണ്? ഈ സ്റ്റേറ്റ് കമ്മിറ്റിയിലും കേന്ദ്ര കമ്മിറ്റിയിലുള്ള ഈ 4 പേരാണ് പരസ്പരം ആലോചിച്ചിട്ട് പറയേണ്ടത്. ഞാൻ എന്തെങ്കിലും ഒരു ആക്ഷേപം ഏതെങ്കിലും പോസ്റ്റ് ഇട്ട് ആരെങ്കിലും ആക്ഷേപിച്ചിട്ടുണ്ടോ?
ഉണ്ടെങ്കിൽ പറ. ഞാൻ പ്രസംഗിക്കുമ്പോൾ സാമൂഹിക വിമർശനം നടത്തുന്ന ആളാണ്, സോഷ്യൽ ക്രിറ്റിസിസം. അതിൻ്റെ ബേസിസ് മാസ്റ്റർ ടെൻനിസമാണ്. ആ സോഷ്യൽ ക്രിറ്റിസിസം നടത്തുമ്പോൾ ഒരാളുടെ പേര് പറഞ്ഞാണ് നടത്തുന്നത്. ആ സോഷ്യൽ ക്രിറ്റിസിസം എന്നെ പറ്റിയാണെന്ന് ചിലർ സംശയിക്കുന്നു. ആരെ? എന്നെ പറ്റിയല്ല, ആ ആളെ പറ്റിയാണെന്ന് ഉടനെ അവർ ചീത്ത പറയും. അത് പാർട്ടിക്കെതിരാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അഴിമതി കാണിക്കുന്നത് പാർട്ടി നയമല്ല, അതിനെതിരെ പറയുന്നതല്ല പാർട്ടിക്കെതിരെ. വഞ്ചന കാണിക്കുന്നത് പാർട്ടി നയമല്ല, ഐഡിയോളജിയെ കുഴിച്ചുമൂടുന്ന പാർട്ടി നയമല്ല, വൈകിട്ട് പോയി മദ്യപിക്കുന്നത് പാർട്ടി നയമല്ല, മദ്യപിച്ച രാഷ്ട്രീയ പ്രവർത്തനം പാർട്ടി നയമല്ല. കേട്ടല്ലോ? അപ്പം അതിനൊക്കെ എതിരായി ഇനിയും സംസാരിക്കും, സാമൂഹിക വിമർശനം ഉന്നയിക്കുമ്പോൾ ഇത് പാർട്ടി ഇതെല്ലാം ചെയ്യാനാണ് ഈ പാർട്ടി ഉണ്ടാക്കിയേക്കുന്നത്. അത് ചെയ്യാത്ത ഇവനെ ശരിപ്പെടുത്തിയിട്ടതിൻ്റെ കാര്യം എന്ത് ചിന്തിക്കുന്ന അഗ്ലി ഹൂളിഗാനിസവും അഗ്ലി ക്രിമിനലിസവും അല്ലേ സാധാരണ ഉള്ളതാണോ? ഭയമുണ്ടോ ആരെങ്കിലും? കോൺഗ്രസിലോട്ട് പോകും. അപ്പോൾ കോൺഗ്രസിലോട്ട് പോയി ഞങ്ങൾ സങ്കല്പിക്കും ഇവർക്ക് വല്ല പ്രയോജനം ഉണ്ടാവും. ഇവർ പ്രചരിപ്പിച്ചപ്പോൾ ഞാൻ കോൺഗ്രസിലോട്ട് പോയി ഞങ്ങൾ സങ്കല്പിക്കാനല്ലേ പറ്റൂ. ഇവർക്ക് വല്ല പ്രയോജനമോ ദോഷമല്ലേ ഉണ്ടാവുള്ളൂ? ഇവർക്ക് ദോഷമല്ലേ ഉണ്ടാവുള്ളൂ. കാരണം എന്നെ ശ്രമിക്കുന്ന പാർട്ടി രാഷ്ട്രീയമായിട്ട് മാത്രമല്ല, അല്ലാതെ ശ്രമിക്കുന്ന കുറേ അധികം ആളില്ലേ, അവരെല്ലാം തിരിച്ചു കുത്തിയാൽ ഇപ്പം എൻ്റെ കൂടി പിന്തുണ വേണം, ബേബിയുടെ പിന്തുണ വേണം, പിണറായിയുടെ പിന്തുണ വേണം, ഗോതമാഷ പിന്തുണ വേണം, എല്ലാവരുടെയും പിന്തുണ വേണം. അങ്ങനെ ഞങ്ങൾ പാർട്ടി വളർത്തിയത്. 9-8 സീറ്റുണ്ട് ഇവിടെ 2016-ലും 2021-ലും. 2014 9-7 ഞാനും ഐസക്കും മന്ത്രിമാരാകുമ്പോൾ 5 ഉള്ളൂ. അത് 11 സീറ്റാണ്. മാരാരിക്കുളവും ബദളവും ഉണ്ടെന്ന്. അത് 5 ഉള്ളൂ. 6 UDF. അവിടെ നിന്നാണ് പിന്നെ 2 സീറ്റ് പോയി, ബദളും മാരാരിക്കുളം പോയല്ലോ. അവിടെ നിന്നാണ് 9-7, ഇപ്പം 2 തവണ 9-8. കഴിഞ്ഞ കൂടെ ഇവിടെ നടത്തിയിട്ടുള്ള ഈ വികസന പ്രവർത്തനങ്ങളടക്കുന്ന എല്ലാം പേരിലല്ലേ ഇപ്പോഴത്തെ MLA ജയിച്ചത്? 11,000 വോട്ടിന്. 1-2 വല്ല 11,000, ഭയങ്കര ഭൂരിപക്ഷമാണ്. എനിക്ക് 23,000 കിട്ടുന്നത് 3ാമത്തെ തവണയാണ്. അത് എനിക്ക് 12,000 ഉള്ളൂ. ഇത്രയും കാലം പ്രവർത്തിച്ച എനിക്ക് കൈനയിൽ തന്നെ എനിക്ക് 5,000 ഉണ്ട്. ഇവിടെ പുന്നപ്ര സൗത്തിലൊക്കെ കുറഞ്ഞു പോയി. ഉറക്കാടൊക്കെ അന്ന് കുറവാണ്. എല്ലായിടത്തും ലീഡാണ്, എല്ലാ ബൂത്തിലും 5-6 ബൂത്തിൽ എല്ലാം എനിക്ക് ലീഡായിരുന്നു. എന്തായാലും ആ പരീക്ഷ നടത്തിയത് 35,000 മുസ്ലിം വോട്ടുണ്ട്. അവരുടെ വോട്ടെല്ലാം പിടിച്ച് തോപ്പിച്ച് കളയാമെന്ന് പറഞ്ഞ് എൻ്റെ പഴയ സുഹൃത്തായിരുന്ന കായംകുളത്തുള്ള ഷേപ്പി കാഴ്ച പഴയ പാർട്ടി DC-യിലുണ്ട്. എന്നെയാണ് എതിർത്ത് തോറ്റാളെ കഴിഞ്ഞാണ്. പുള്ളി DC-യിലുണ്ട്. ഇവിടെ വന്ന് മത്സരിച്ചു. ഒരിക്കലും കൂടെ വരാൻ പാടില്ല. കാരണം അത്ര ആത്മബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. നമ്മുടെ മുന്നണിയിലായിരുന്നു. പിന്നാണ് അപ്പുറത്ത് പോയത്. ഹാരിസിൻ്റെ മകൻ അച്ഛനോ ഞാനോ റോഡിൽ കൂടെ പോയാൽ എൻ്റെ വീട്ടുകാർ അദ്ദേഹം പിതാവ് ഹാരിസും അത്ര അടുപ്പമാണ്. ഞാൻ ഈ ഷേഖിൻ്റെ വീട്ടിൽ പോയി എത്രയോ വർഷം കഴിച്ചിരുന്നു. അദ്ദേഹത്തെ മുനിസിപ്പൽ ചെയർമാനാക്കാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട് നോക്കി. പക്ഷേ 2 പേർ കാലുവാരി അദ്ദേഹത്തെ തോൽപ്പിച്ചു പൊട്ടു കിടന്നപ്പോൾ. നമ്മൾ ദുഃഖിച്ചവരാ. അദ്ദേഹത്തിനറിയാം. അദ്ദേഹത്തെ കൊണ്ടുവന്നു വർഗീയത. പക്ഷേ മുസ്ലിം ബൂത്ത് എണ്ണിയപ്പോൾ എന്താ 10-76 മുസ്ലിം ബൂത്തിൽ എനിക്ക് ചെറിയ ലീഡ് കുറഞ്ഞ 2 മാത്രം. മൊത്തം ഞാനങ്ങ് കയറുക. മുസ്ലിം കമ്മ്യൂണിറ്റി ജനിച്ച ഇപ്പോഴത്തെ MLA-ക്ക് പോലും ആ ബൂത്തിൽ എല്ലായിടത്തും ഭൂരിപക്ഷം കിട്ടിയില്ല. അതൊക്കെ ജനങ്ങൾക്കുള്ള വിശ്വാസമാണ്. അപ്പം ആ തരത്തിലൊക്കെയുള്ള ഒരാൾ, ഇവിടുത്തെ പാർട്ടിയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, ഇപ്പോഴും സഹായിക്കുന്ന ആൾ, പാർട്ടിയുടെ നയം മറക്കാതെ നേരെ ചൊവ്വേ പറയണം എന്നുള്ള താക്കീത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ. പാർട്ടിയല്ല ഞങ്ങളാണ് പാർട്ടി എന്ന് പറഞ്ഞ് അത് മനോരമയുടെ ലേഖ നല്ലൊരു സഹായം ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. മനോരമ ലേഖ 2 മീഡിയയായി. സുധാകരൻ്റെ മേളിലും താഴെ നോക്കാനില്ല. സുധാകരന് വേണേൽ പിണറായി വിജയൻ ഭാവി വിമർശിക്കും. മനോരമ ലേഖയുടെ മുന്നറിയിപ്പ് എന്തോ ഒരു സ്നേഹമായ ഇടതുപക്ഷത്തോട് ഇവർക്ക് വല്ല കാര്യമുള്ളൂ. എൻ്റെ കാലത്ത് ശബരിമലയിൽ സ്വർണ്ണപ്പാളിയൊന്നും പോയിട്ടില്ല. അവിടെ മോഷണം നടക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ്. സ്വർണ്ണവും പണവും അവിടെയുണ്ട്. അവിടെ നടക്കും. അതുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധിച്ചു. അതാണ് ട്രഷറിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ബാങ്കിൽ അവരെല്ലാം ശ്രദ്ധിക്കും. അതൊക്കെ പണവും സ്വർണ്ണമാണ് എന്ന് പറഞ്ഞു. അതിന് നല്ല കാര്യമാണെന്നും അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിട്ടില്ലെന്ന് പറയല്ല. അത് എന്നെ കളിയാക്കുക. സുധാകരൻ മേലും താഴെ നോക്കാനില്ല. നാളെ വേണേൽ പിണറായി വിമർശിക്കും. ഞാനോ ഇന്ന് വരെ വിമർശിച്ചിട്ടില്ല. ഒരു കാലത്ത് വിമർശിക്കാനും പോകുന്നില്ല പിണറായി വിജയനെ. എന്ത് സംഭവിച്ചാലും പിണറായി വിജയനെ ഞാൻ വിമർശിക്കില്ല. കാരണം എനിക്ക് നന്ദിയുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ചെയ്ത സേവനം, അദ്ദേഹം എനിക്ക് ചെയ്ത സേവനം 30 വർഷമാണ്. ആർക്കും അത് സൗഭാഗ്യം കിട്ടിയിട്ടില്ല. PS ലാവൽ കേസിൽ പിണറായി വിജയനെതിരെ ഇവിടെ നിലപാടെടുത്തപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് അനുകൂലമായി അതിന് നമ്മൾ അങ്ങനെയാണ് ആദ്യത്തെ എതിർപ്പ്.
കൊണ്ട് യാതൊരു തർക്കവും ഉണ്ടായിട്ടില്ല. ഈ ഒരു കാര്യത്തിൽ ഞാൻ യോജിച്ചില്ല. കാരണം പാർട്ടി സെക്രട്ടറി അല്ലേ. അത് മാത്രമല്ല, ഞാനത് വിശ്വസിക്കുന്നില്ല. ക്യാബിനറ്റിലും എടുത്തു, വെളിയിലും എടുത്തു. അപ്പോൾ പിന്നെ വി എസിൻ്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. ഈ വി എസ് വളരെ നിഷ്കളങ്കനാണ്. പിന്നെ ദേഷ്യം വരും. പിന്നെ കുറച്ചാൾ മിണ്ടത്തില്ല. പിന്നെ മാറി. പിന്നെ എൻ്റെ കൂടെ ആയിരുന്നു അസംബ്ലിയിൽ. അദ്ദേഹം പ്രതിപക്ഷ മറ്റേ ക്യാബിനറ്റ് പദവിയുള്ള ഭരണപരിഷ്കാര കമ്മീഷൻ, ഞാൻ മിനിസ്റ്റർ. എൻ്റെ അടുത്താണ്. പേപ്പറൊക്കെ താഴെ വീഴും. ചെറുതായിട്ട് തുടങ്ങിയാൽ നോക്കണം. ഞാനതെല്ലാം എടുത്തു കൊടുക്കും, വായിക്കാൻ പറയും, ഞാൻ വിശദീകരിച്ചു കൊടുക്കും. അങ്ങനെ വലിയ ഇതായിരുന്നു. ഭയങ്കര ഹൃദയത്തിന് എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ വേർവ്. അത് എനിക്ക് സഹിക്കാൻ പറ്റുന്നത്. ഒരുപാട് ലേഖനങ്ങളൊക്കെ ഞാൻ എഴുതി. ഞാൻ നവനീതം എന്ന് പറയുന്ന മാഗസിനിലൊരു ആഴ്ചപ്പതിപ്പ് ലേഖനം എഴുതിയതിനെ പറ്റി ജസ്റ്റിസ് ഗോപിനാഥൻ, PS ഗോപിനാഥൻ ഇന്നലെ എന്നെ വിളിച്ചൊരു ഗംഭീര മാഗസീനാണ്. ഞങ്ങൾക്ക് ആർക്കും അറിയാത്ത കുട്ടനാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ ഒരു വലിയ പുസ്തകമാക്കണമെന്നൊക്കെ എന്നോട് പറഞ്ഞു. എഴുതി ഞാൻ പറയുന്നു, ഞാൻ ആ ജോലിയെല്ലാം ഇപ്പോഴും ചെയ്യുന്നുണ്ട്. മനസ്സിലായിട്ടോ? ബ്രാഞ്ച് കമ്മിറ്റി 4 ബ്രാഞ്ച് യോഗമാണ് ചേർന്നത്. 4 ഞാൻ പങ്കെടുത്തു. 4 ബ്രാഞ്ച് യോഗം ഞാൻ തെളിയിച്ചായിരുന്നു. ഞാൻ 4 പങ്കെടുത്തല്ലോ. എനിക്ക് ഒരു വിഷമവും ഉണ്ടായില്ല. സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഇരുന്നു 42 വർഷം, സിൻഡിക്കേറ്റിലിരുന്നു, മന്ത്രിസഭയിലിരുന്നു. അതിനെന്താ, ആ ബ്രാഞ്ചിലിരുന്ന് പാർട്ടിയെ സേവിക്കുന്ന എന്നെ സഹായം കൂടെ ആവശ്യമുണ്ടെങ്കിൽ തേടി ഇവിടുത്തെ പാർട്ടിയെ പണ്ട് ഞങ്ങൾ ചെയ്ത പോലെ വളർത്തിയെടുക്കുന്നതിന് പകരം 9 സീറ്റിൽ അടുത്ത തവണ പല സീറ്റുകൾ അപകടത്തിലാവുന്ന, ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത, ക്രിമിനൽ സ്വഭാവമുള്ള, അഴിമതിയുടെയും മറ്റിൻ്റെയും ബാക്ക്ഗ്രൗണ്ടുള്ള പല ആളുകളെയും മുന്നിൽ നിർത്തി നടത്തുന്ന ഈ സൈബർ അറ്റാക്ക് അല്ല ഇത്. സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു 10-25 പേരായി ഇത് മുഴുവൻ സംവിധാനം ചെയ്യുന്നത്. ഇത് സൈബർ അറ്റാക്ക് അല്ല, പൊളിറ്റിക്കൽ ക്രിമിനൽ അറ്റാക്കാണ്. ആരെങ്കിലും ഈ 3 ആഴ്ചയായിട്ട് വന്നത് മൊത്തം കമ്പ്യൂട്ടറിലിട്ട് അടിച്ചെടുക്കട്ടെ. അത് നിങ്ങളുടെ അനലൈസ് ചെയ്താൽ ഒരേ ആളുകൾ തന്നെ പല പേരുകൾ വരുന്നുണ്ട്. 25 പേരാണ് ഇത് ചെയ്യുന്നത്. 25 പേരുണ്ടത്. പേരൊക്കെ ഞാൻ ഒരവസരത്തിൽ വേണമെങ്കിൽ പിന്നെ വെളിപ്പെടുത്താം. ഇപ്പോൾ ഒരാളിനെ പേര് പറയുന്നില്ല. ഓമനക്കുട്ടനത് ചെയ്യാൻ പാടില്ല. അദ്ദേഹം അങ്ങനെ താഴെ നിന്ന് വന്നൊരു കോമ്രേഡാണ്. ഞാൻ അയാളെ സഹായിച്ചിട്ടേ ഉള്ളൂ. അയാളൊരു പോസ്റ്റ് കൊടുത്തു, എന്നെ ചെയ്തുകൊണ്ടിരുന്ന പോസ്റ്റ് അയാൾ കൊണ്ടു കൊടുത്തതാണ്. ശബരിമലയിലെ ഈ സ്വർണ്ണപ്പള്ളി വിവാദത്തിൽ താങ്കളും ദേവസ്വം മന്ത്രിയായിരുന്ന ആളാണ്. കഴിഞ്ഞ തവണത്തെ ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡിനെ അടക്കം പ്രതി ചേർത്താണ് ഇപ്പോൾ വിജിലൻസ് കേസെടുത്തിരിക്കുന്നത്. ശ്രദ്ധയിൽപ്പെടുമ്പോൾ ഒരു ദേവസ്വം മന്ത്രി എന്നുള്ള അനുഭവം വെച്ചിട്ട് എന്താ തോന്നുന്നത്? അവിടെ എടുക്കുന്ന എല്ലാ നടപടികളോടും ഞങ്ങൾ പിന്തുണയ്ക്കുകയാണ്. ശക്തമായ നടപടി എടുക്കണമെന്നാണ്. ആരുടെ മോൻ നോക്കേണ്ട കാര്യമില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കണം, അന്വേഷിക്കണം. ആർക്കെല്ലാം അറിവുണ്ടോ, ആരെല്ലാം സഹായമുണ്ടോ, ആരെല്ലാം പണം അടിച്ചിട്ടുണ്ടോ, ആരെല്ലാം സ്വർണ്ണം ഊറ്റിയെടുത്തിട്ടുണ്ടോ, അവരൊക്കെ വെളിയിൽ കൊണ്ടുവരണം. അപ്പോൾ കുറച്ച് പേരല്ലേ വന്നുള്ളൂ വെളി, ഇനി അതാണ് നിലപാട്. ആ നിലപാട് പൊതുവെ പാർട്ടി എടുത്ത നിലപാട്. അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നമ്മുടെ കാലത്തൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ സത്യമല്ലേ. എന്തെങ്കിലും ഉണ്ടായിരുന്നു 2006, 2009 അവസാനം 3 വർഷമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ ശബരിമല എത്രയോ തവണ കയറി ഇറങ്ങി, എത്രയോ തവണ സന്നിധാനത്തിൽ പോയി. ഞാൻ ആരെയും പറ്റിക്കാൻ വേണ്ടി അവിടെ സാക്ഷാത്കാരം കമന്ന് കിടന്ന് തൊഴാനൊന്നും പോയിട്ടില്ല. ബഹുമാനപൂർവ്വം, ആദരപൂർവ്വം അതിന് മുമ്പിൽ നിൽക്കുന്ന ആ ചിത്രം നോക്കാം. ഞാൻ കൈകൂപ്പി തൊഴുതുകൊണ്ട് മാത്രം ആദരവാവണമെന്നില്ലല്ലോ. തൊഴുന്ന ഭക്തന്മാരെല്ലാം നല്ല ആൾക്കാരാണ്. ഈ തൊഴുന്നവരല്ലേ ഈ പോറ്റിയല്ല, അവരല്ലേ അടിച്ചോണ്ടിരിക്കുന്നത്. ഭക്തവേഷം കെട്ടിയല്ലേ കള്ളത്തരം കാണിക്കുന്നത്. അപ്പോൾ അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ പോലെ. ഞങ്ങൾ പരസ്പരം സഖാക്കളെയും തന്നെ വിളിക്കുന്നത്. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠ സഹോദര എന്നർത്ഥം, കോമ്രേഡ്, ഫ്രഞ്ച് വേർഡാണ്. ഞങ്ങൾ സഹോദര എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അങ്ങോട്ട് ഇവിടെ അയ്യപ്പ എന്നാണ് വിളിക്കുന്നത് സ്വാമിമാർ അല്ലേ. സെയിം. അവിടെ ജാതി ബന്ധമില്ല, എല്ലാവർക്കും കയറാമല്ലോ. അങ്ങനെ ക്ഷേത്രങ്ങൾ കുറവല്ലേ, സർവ്വമതസ്ഥർക്കും പോവാം. അവിടെ പ്രതിമ അവിടെ എടുത്ത് മാറ്റണമെന്നൊക്കെ ആരോട് ഭ്രാന്ത് പറയുന്നത് കേട്ടു. പിന്നെ ശബരിമല ഉണ്ടാവില്ല എടുത്ത് മാറ്റിയാൽ, മനസ്സിലായില്ലേ. പിന്നെ അവിടെ ശബരിമലയൊന്നും ഉണ്ടാവില്ല, ആ വിശ്വാസം പോകും. അങ്ങനെ ആർക്കും തൊടാൻ പറ്റില്ല. അവർക്ക് രാഷ്ട്രീയം കളിക്കാനുള്ളതല്ല അവിടെ പോയിട്ടുണ്ടല്ലോ, എല്ലാം ഭംഗിയായിട്ട് നടത്തി കൊടുത്തല്ലോ. അയ്യപ്പന്മാർ വന്ന് കൂടുന്നല്ലോ. വളരെ ദൂരെയുള്ള 5-6 ജില്ലകളിൽ തന്നെ 72 ഇടക്കാല താവളങ്ങൾ ഞാൻ ഉത്തരവിട്ടല്ലോ. അതൊന്നും അമ്പലപ്പുഴ ക്ഷേത്രമായിരുന്നു. ആ 70 ദിവസമാണിത്. 70 ദിവസവും അവിടെ വരുന്നവർക്കെല്ലാം ചുക്ക് കാപ്പി, ഉണ്ണിയപ്പം, ഇലയപ്പം, ഇത്തരം ഭക്ഷണങ്ങളെ പിരിക്കാനുള്ള എല്ലാം അങ്ങനെ 75 കേന്ദ്രങ്ങളിൽ കൊടുത്തു. ചരിത്രത്തിലാദ്യമാണ്. റോപ്പ് വേ ഒക്കെ ഉണ്ടാക്കാനുള്ള അതടക്കമുള്ള ശബരിമല മാസ്റ്റർ പ്ലാൻ എങ്ങും തൊടാതെ കിടന്നു.
അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗവൺമെൻറ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് നിയമിച്ച രാമൻ നായർ ബോർഡ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി ആ ബോർഡിനെ ഞാനങ്ങ് പിരിച്ചുവിട്ടു. എൻ്റെ സാർ പോലും പറഞ്ഞു അവർ നിയമിച്ച രാമൻ നായർ അവർക്ക് ഇനി വേണ്ട, പിരിച്ചുവിട്ടിയാൻ പുതിയ നിയമം കൊണ്ടുവന്നു. അത് പട്ടികജാതിക്കാരനെ വെച്ചു, ജാതിക്കാരിയെ വെച്ചു, ഒരു സ്ത്രീയെ വെച്ചു 50 വയസ്സായ. 4 വർഷം മോഷണം നടത്തുന്നതുകൊണ്ട് 2 വർഷമായിട്ട് ചുരുക്കി. ഇപ്പോൾ വീണ്ടും 4 വർഷമാക്കുകയാണെന്ന് പറഞ്ഞ് കുറച്ച് പേര് വന്നിരിക്കുക. 4 വർഷമാക്കിയാൽ കുഴപ്പമാണ്. പിന്നെ 3 വർഷമാക്കി UDFിൻ്റെ കാലത്ത് 2011. 2016 നമ്മുടെ ദേവസ്വം മന്ത്രി വന്നെങ്കിലും അത് മാറ്റിയില്ല. ഇപ്പോഴും 3 വർഷമാണ്. ആ 2 വർഷം എന്തിനു മാറ്റി? ആ മാറ്റിയത് ചർച്ച ചെയ്ത് ഇന്നത്തെ പ്രസ്ഥാനവും അന്നത്തെ ഗവൺമെൻറ്റും ഒക്കെ ആലോചിച്ചിട്ടല്ലേ, മുഖ്യമന്ത്രി ദിവ്യേസുമായിട്ടും പാർട്ടി സെക്രട്ടറി പിണറായിയായിട്ടൊക്കെ ആലോചിച്ചല്ലേ 2 വർഷമാക്കിയത്. ഈ റിസർവേഷൻ ചരിത്ര പ്രാധാന്യമുള്ളതല്ലേ. 2ാം ക്ഷേത്രപ്രവേശന വിളംബരമെന്ന കേരളത്തിലെ പ്രമുഖ പത്രമായ കേരളകൗമുദി അന്ന് ഇടിച്ചോണ്ട് എഴുതിയത്. മലബാർ ദേവസ്വം നിയമം ബോർഡ് ഉണ്ടാക്കി കൊടുത്തു. ഗുരുവായൂരിൽ മറ്റേ പെൺകുട്ടി സ്ത്രീകൾക്ക് ചുരിദാറിട്ട് കയറാൻ അവസരം കൊടുത്തു. അമ്പലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ഡെയ്റ്റിയാണ്, വിഗ്രഹമാണെന്ന് പ്രഖ്യാപിച്ചു. അല്ലാതെ അവിടുത്തെ പൂജാരിയല്ല. പൂജാരി 2ാമത് മാത്രമാണ്, അല്ലെ 3ാമതാണ്. പിന്നെ പൂജാരി. ഇതെല്ലാം നമ്മൾ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടാണ് അസംബ്ലിയിൽ വെളിയിൽ നിർഭയമായിട്ടായത്. അതുകൊണ്ട് എല്ലാവർക്കും വലിയ ഇഷ്ടമായി. ദേവസ്വം ബോർഡിലെ നിയമനങ്ങളിൽ, അതായത് ഉദ്യോഗസ്ഥ നിയമനങ്ങൾക്ക് അടക്കം പുതിയ സംവിധാനം കൊണ്ടുവന്നു. ചെയ്തിട്ടും 3.5 വർഷം കഴിഞ്ഞപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. അതായത് അപ്പോഴാണ് ഈ കടന്നപ്പള്ളിയുടെ പാർട്ടി ഇതിനകത്ത് കയറുന്നത്. അദ്ദേഹത്തിനൊരു മന്ത്രിസ്ഥാനം കൊടുക്കണം. ഇപ്പോൾ പിണറായി ഞാനിവിടെ ആലപ്പുഴ വീട്ടിലായിരുന്നു. ഉച്ചയ്ക്ക് എന്നെ ഫോണിൽ വിളിച്ചു, ഞാൻ കടന്നപ്പള്ളിക്കൊരു കൊടുക്കണം, നമുക്ക് ഇതൊക്കെ കൊടുത്തായിരുന്നു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ആ കാര്യം അവിടെ ചെന്ന് സംസാരിക്കാം, വരുമ്പോൾ സംസാരിക്കാം. ഞങ്ങൾ സംസാരിച്ചില്ല, അത് കൊടുത്തു. എനിക്കതിനൊന്നും ഒരു പ്രശ്നമില്ല. പകരം വകുപ്പൊന്നും കിട്ടിയില്ല, ഞാൻ ചോദിച്ചതുമില്ല. അപ്പോഴും എനിക്കല്ല കയറും കോഓപ്പറേറ്റീവ് വലിയ 2 വകുപ്പുകൾ. പിന്നെ തന്നിട്ട് പ്രധാനപ്പെട്ട വകുപ്പ് രജിസ്ട്രേഷൻ, PWD ഒക്കെ തന്നില്ലേ, റെയിൽവേയുടെ ചാർജ് കേരളത്തിൽ. അതിനൊന്നും പ്രശ്നമില്ല, ഇത് ചോദിച്ചു വന്നതല്ലല്ലോ. അപ്പോൾ ഒരു വകുപ്പ് ഏൽപ്പിക്കുമ്പോൾ അത് നന്നായി ചെയ്തുകൊണ്ടല്ലേ പിന്നെ ആക്കിയത്. പിന്നെ 2 തവണ കൂടുതൽ വേണ്ട എന്നുള്ളത് വന്നതുകൊണ്ടല്ലേ മാറേണ്ടി വന്നത്. അനന്താ തെറ്റ്. ശബരിമലയിൽ ഇങ്ങനെ മോഷണം നടക്കുമ്പോൾ ഇപ്പോൾ ഉദ്യോഗസ്ഥരെയും അത്തരം ആളുകളെയും പഴിചാരുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഇത്തരം ഒരു മോഷണം നടക്കുമ്പോൾ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വം അല്ല, ബോർഡിന്റെ പേര് കേസ് വന്നതാണ്. ആ ബോർഡിന്റെ പേര് രാഷ്ട്രീയ നേതൃത്വമാണല്ലോ. ബോർഡ് 3 പേരാണല്ലോ രാഷ്ട്രീയ നേതൃത്വം. കേസ് വന്നല്ലോ. കൂടുതൽ രാഷ്ട്രീയ നേതാക്കന്മാർ ഇൻവോൾവാണ്. തെളിവ് വരട്ടെ, അവർ കേസെടുക്കും. ആർക്കും തടയാനും നോക്കില്ല. തുടർച്ചയായിട്ട് ഈ 2 പറഞ്ഞൊരു കാര്യം പ്രധാനപ്പെട്ടത്, 2 വർഷത്തിന് മേളിലേക്ക് ഒരാൾ ഇരിക്കുമ്പോൾ അയാൾക്ക് അവിടെ കുറച്ചുകൂടെ സ്വാധീനം ഉണ്ടാകും, അവിടെ ഉള്ള സ്വാധീനം ദുരുപയോഗം ചെയ്യാൻ സാധ്യത ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ 2 വർഷമാക്കി ചർച്ച ചെയ്താക്കിയത്. VR കൃഷ്ണയ്യർ, ജസ്റ്റിസ് VR കൃഷ്ണയ്യരും പിന്നെ സുപ്രീം കോടതി ജഡ്ജിയായി റിട്ടയർ ചെയ്തതുണ്ടല്ലോ കൊച്ചിയിൽ. സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു റിട്ടയർ ചെയ്ത ക്ഷേത്രകാര്യങ്ങളിൽ എക്സ്പെർട്ടായിട്ടുള്ള അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ. ഇപ്പം മരിച്ചുപോയി. അല്ലല്ല, പുരുഷനാണ്. ബ്രാഹ്മണനാണ് അദ്ദേഹം, ജസ്റ്റിസ്. ഏത് നാട്ടിലിരിക്കുന്നു. ഇവർ 2 പേരും നിരന്തരം എന്നെ സഹായിച്ചുകൊണ്ടിരുന്നു ഈ നിയമം ഉണ്ടാക്കാൻ. ഒരു ഇഞ്ചി വിട്ടുകൊടുക്കുന്ന കൃഷ്ണയ്യർ പറയും, ഉദാഹരണം ഇത് ചെയ്യാൻ പറ്റും. പിന്നെ VS ആണല്ലോ മുഖ്യമന്ത്രി, പിണറായി ആണല്ലോ സെക്രട്ടറി, അവർ 2 പേരും സഹവിൻ്റെ കൂടാണ് എന്ന് പറഞ്ഞ് ശക്തമായിട്ട് അവരെല്ലാം സഹായിച്ചു. ജി സുധാകരൻ മന്ത്രിയായിരിക്കുമ്പോൾ ദലിത് പ്രാതിനിധ്യം കൊണ്ടുവന്നു, മുതിർന്ന സ്ത്രീയുടെ പ്രാതിനിധ്യം കൊണ്ടുവന്നു, ദേവസ്വം ബോർഡിനെ വഴുതില്ലാത്ത വിധം, അതായത് വളരെ ട്രാൻസ്പെറന്റ് ആയ സുതാര്യമായ രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുവച്ചു. പക്ഷെ കഴിഞ്ഞ 2 തവണത്തെ ബോർഡിനെ കുറിച്ച് ഇപ്പോൾ വലിയ ആക്ഷേപം നടക്കുകയാണ്. ആ 2 ബോർഡിനെ മുന്നിൽ കൊണ്ടുവന്ന 2 ദേവസ്വം മന്ത്രിക്കെതിരെയും ആക്ഷേപം ഉണ്ടായിരിക്കുകയാണ്. ശരിക്കും ഇവരെല്ലാം ഉത്തരവാദികളല്ലേ? ഇവരാരും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. അല്ല, എനിക്ക് വാസവനെ പറ്റിയോ കടകംപള്ളിയെ പറ്റിയോ എൻ്റെ മുമ്പിൽ അവർ മുൻകൈ എടുത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കില്ല. എൻ്റെ മുമ്പിൽ യാതൊരു തരത്തിലുള്ള തെളിവോ ആക്ഷേപങ്ങളോ ആരും ഉന്നയിച്ചില്ല. എനിക്കങ്ങനെ തെളിവില്ലാതെ സഹപ്രവർത്തകരെ പറ്റി പറയാൻ പറ്റില്ല. അവർ പരിശോധിച്ച് എന്തുകൊണ്ടൊന്നും ഉണ്ടായിട്ടുണ്ടല്ലോ അത് അവർ പരിശോധിച്ച് വാസ്തവം പറയുന്നുണ്ടല്ലോ. പിന്നെ അന്വേഷണം നടക്കട്ടെ. പിന്നെ ഞങ്ങൾ പരിസ്ഥിതിയോട് തിരിച്ചുവിടുന്ന വാസ്തവനെ ചെയ്യപ്പെടുന്ന കേരളമുണ്ടല്ലോ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ആയാലും ഇപ്പൊ ഇരിക്കുന്ന പ്രശാന്ത് ആയാലും ശരിക്കും ഇവരൊക്കെ നിയമിക്കുന്ന രാഷ്ട്രീയ നേതൃത്വമല്ലേ? അതെ, ആണല്ലോ. രാഷ്ട്രീയം, അതായത് ദേവസ്വം മിനിസ്റ്ററാണ് അതിന് മുൻകൈ എടുക്കുന്നത്. അതായത് മന്ത്രിസഭയിലെ ഹിന്ദുക്കളുടെ ഒരു പ്രതിനിധിയാണ് ബോർഡ് വന്നത്. അപ്പോൾ ദേവസ്വം മന്ത്രി ഒരു കടലാസിൽ ഇതെല്ലാം എഴുതി
കൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഒപ്പിടിക്ക് പ്രവർത്തിച്ച് ക്യാബിനറ്റ് അംഗീകരിച്ച് പോകും. പിന്നെ അങ്ങനെയാണ് 3 പേരെ എടുക്കുന്നത്. ആ തരത്തിൽ ഒന്ന് റിസർവേഷനാണ്. ആ റിസർവേഷൻ നിയമസഭയിലെ ഹിന്ദു MLA-മാരുടെ ആയിരുന്നു. 3-ാമതൊരെണ്ണം മറ്റൊരു കാറ്റഗറി ഇങ്ങനെയാണ് വരുന്നത്. അത് കൃത്യമായിട്ട് ചെയ്തു. അത് വളരെ നന്നായിരുന്നു. ആ 2 വർഷം ആക്കിയപ്പോൾ തന്നെ പകുതി പ്രസന്റ്. ഇപ്പം കഴിഞ്ഞ കാലത്ത് സാറ് കൈകാര്യം ചെയ്ത വകുപ്പുകൾ പരിശോധിക്കുമ്പോൾ സഹകരണം, അന്ന് സഹകരണ വകുപ്പിലെ അഴിമതിക്കെതിരെ ശക്തമായിട്ട് പോരാടി ഇടതുപക്ഷം ഭരിക്കുന്ന ഇത് തന്നെ പലതും പിരിച്ചുവിടുക ചെയ്തു. അതുപോലെ അന്ന് കേരള ഇതൊക്കെ കൊണ്ടുവന്ന് വലിയ രീതിയിൽ കയർ മേഖലയ്ക്ക് ഉയർത്തിയുണ്ടായി. പൊതുമരാമത്തും അതുപോലെ സാധനം. പക്ഷെ ഈ വകുപ്പുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുമ്പോൾ പലതിലും പ്രശ്നങ്ങളാണ്. അഴിമതി സഹകരണ വകുപ്പിലായാലും ദേവസ്വം ബോർഡിലായാലും എല്ലാം ഈ പ്രശ്നങ്ങൾ നിൽക്കുന്നു. അപ്പൊ അങ്ങനെ നന്നായി കൊണ്ടുപോയ ഒരാളെ മാറ്റി നിർത്തി ഇത്തരം ഒരു പരിഷ്കാരം കൊണ്ടുവരുന്ന പൊതുവിൽ ഈ സമൂഹത്തിന് നല്ലതായിട്ട് തോന്നുന്നു. അതല്ല, മാനദണ്ഡങ്ങളുടെ പേരിലാണ്. അതെല്ലാവർക്കും ഒരുപോലെ ബാധകം. അങ്ങനെ മാറിയതാണ്. അതെല്ലാവർക്കും ബാധകം. ഞാനും കൈവക്കിയതല്ല. അത് ശരിയോ തെറ്റോ എന്നൊക്കെ ഉള്ളത് കാലം തെളിയിക്കേണ്ട കാര്യം. പക്ഷെ ഞാനും കൈവക്കിയതാണ്. പിന്നെ എനിക്കതിനെ എതിർക്കേണ്ട കാര്യം. ഞാനും അംഗീകരിച്ചതാണ്. പിന്നെ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കയർ കോൺക്ലേവ് നടത്തിയില്ല. കോൺക്ലേവ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ കയർ തൊഴിലാളിക്ക് മനസ്സിലാക്കുക. അപ്പോൾ ആ കോൺക്ലേവിൽ കയറിനെ പറ്റി പഠിക്കുകയും നിശ്ചയിക്കുകയും ചെയ്ത ആൾ എനിക്കൊരു ക്ഷണക്കത്ത് പോലും തന്നില്ല. അതെന്താ? കയർ മിനിസ്റ്ററായിരുന്നു മാത്രമല്ല, ഞാൻ കുട്ടിക്കാലത്ത് കയറ് പിരിച്ചിട്ടുണ്ട്. മാവേലിക്കര എൻ്റെ കുടുംബത്തെ ഞങ്ങളൊക്കെ തൊണ്ട് തല്ലി കയറ് പിരിക്കുമായിരുന്നു. തൊണ്ടുകൊണ്ട് കുളത്തിലിട്ട് മുക്കിയിട്ട് തല്ലിയെടുത്ത് എനിക്ക് പിരിക്കാൻ അന്ന് അറിയാമായിരുന്നു. ഇപ്പം എനിക്കറിയത്തില്ല. പിരിച്ചു കൊടുക്കും. നിങ്ങൾ കയറ് പിരിക്കാനൊന്നും അല്ല, എന്നാലും രാഷ്ട്രീയ കുടുംബങ്ങളിലൊക്കെ ഇത് പിരിച്ചെടുക്കുമായിരുന്നു. അപ്പം ഞാൻ തൊണ്ടും ചകിരിയും കയറുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട്. പിന്നെ ഇവിടെയല്ലേ 10-50 വർഷക്കാലമായിട്ട് ഈ കയർ തൊഴിലാളികളുടെ ഇടയിലല്ലേ പ്രവർത്തിക്കുന്നത്. എനിക്കൊരു ക്ഷണക്കത്ത് പോലും തന്നില്ല. ഇപ്പം അതുകൊണ്ട് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 500 പാലങ്ങൾ ഡിസൈൻ ചെയ്തു. 14 വർഷം പിണറായിയുടെ ഗവൺമെൻറ് കാലത്ത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ഗവൺമെൻറ് 500 പാലം ഒരിക്കലും ഡിസൈൻ ചെയ്തിട്ടില്ല. ആ 500 പാലങ്ങൾ ഡിസൈൻ ചെയ്തതിൽ ആലപ്പുഴ ജില്ലയിൽ 65 എണ്ണമുണ്ട്. അതിൽ 34 പാലം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾ തന്നെ. ബാക്കിയൊക്കെ ഇപ്പോൾ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 100 കോടിയാണ് പെരുമ്പളം പാലം. 20 കോടി അനുവദിച്ച് 18 കോടി ചെലവായ നമ്മുടെ 4 പാലം. 75 കോടി കൊടുത്ത പടഹാരം പാലം ഓപ്പൺ ചെയ്യാൻ കിടക്കുക. 50 കോടി കൊടുത്ത നാളികേര പാലം. ഇതല്ലേ ഇപ്പോൾ ഓപ്പൺ ചെയ്യാം. അല്ലാതെ അതെ നാളെ ചെയ്യാം. മറ്റേതുകൊണ്ട് അല്ല, ഇതെല്ലാം അന്ന് ഡിസൈൻ ചെയ്തതാണ്. 100 കോടിയാണ് പെരുമ്പളം പാലത്തിന്. ഇത് ഞാൻ നേരിട്ട് പോയത് ചീഫഞ്ചറിനെ വിളിച്ചുകൊണ്ട് വന്നാണ് ഡിസൈൻ ചെയ്യിച്ചത്. ഇവിടെ ഈ 4 പാലം. അതിന് മുമ്പ് എന്താ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സുഖമില്ലാതെ വണ്ടി പോകും. ഇപ്പോഴത്തെ മനോഹരമാണ്. ഇപ്പം ഇവിടെ എല്ലാം ടൂറിസ്റ്റുകൾ വരികയാണ്. ടൂറിസ്റ്റുകൾ വരാൻ വേണ്ടി പണിഞ്ഞത്, അല്ലെങ്കിൽ അവർ വരികയാണ്. അതെ, അതിൻ്റെ ഉദ്ഘാടനം വരുന്നു, പെരുമ്പളം വരുന്നു. ഒരു കാർഡ് പോലും ഇരിക്കുന്നില്ല. നാളെയാണ് കാർഡ് തന്നാണ്. ഞാനവിടെ പോയിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ പോകുന്നില്ല. പക്ഷെ ഇതിൽ ഉദ്ഘാടനമാണെന്നൊരു വാക്കാർക്കെങ്കിലും പറയാമല്ലോ. കാരണം അതിനുവേണ്ടി കഷ്ടപ്പെട്ടവരൊക്കെ ഇതിനകത്തില്ല. നമ്മുടെ ഒരേ പ്രസ്ഥാനമല്ലേ, എന്നല്ലല്ലോ, അന്വേഷിക്കുന്നില്ലല്ലോ. ബോധപൂർവമൊന്നും അല്ല ഇത്. ബോധമില്ലാതാണ്. ബോധപൂർവ്വം എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? അതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? ബോധമില്ല ഇതേപ്പറ്റി. അത് എന്ന് കരുതിയാൽ മതി. ബോധമില്ല എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും കൊണ്ട് ബോധമില്ലെന്നല്ല. ബോധം വേറെ സംഭവത്താൽ ഇല്ലാതായതല്ല. ബോധമില്ല. നമുക്കതേപ്പറ്റിയൊന്നും ധാരണയില്ല. ഇതൊന്നും കുറ്റപ്പെടുത്താനല്ല, നിങ്ങൾ വളർന്നുകൊണ്ട് ഞാൻ സംസാരിച്ചതേ ഉള്ളൂ. എനിക്കൊരു പരാതിയില്ല. പക്ഷേ ഇവിടുത്തെ പാർട്ടിയെ ഞങ്ങൾ കൂടി കഷ്ടപ്പെട്ടു. അതായത് ഇവിടെ പാർട്ടി ഒന്നായിരുന്ന പാർട്ടിയുടെ കാലം ഒന്നായി ആലപ്പുഴ കാര്യം പറയാം. PT പുന്നൂസ്, AC ജോർജ്, VS അച്യുതാനന്ദൻ, TV തോമസ്, KR ഗോപി, PK ചന്ദ്രാനന്ദൻ, ഇതുപോലെയുള്ള ഒന്നാം കിട നേതാക്കന്മാർ പടുത്തുയർത്തിയ പാർട്ടിയായത്. CPM-നാകുമ്പോൾ ആരാ? VS ഗൗരിയമ്മ ചന്ദ്രാനന്ദൻ. ഞാനും 2 തവണ ജില്ലാ സെക്രട്ടറി ചന്ദ്രാനന്ദൻ എൻ്റെ കൂടെ സെക്രട്ടറിയിലുണ്ടായിരുന്നു. VS സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു. പിന്നെ മന്ത്രിയായപ്പോൾ ഞാൻ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞാണ് 2006. അപ്പോൾ അങ്ങനെയെല്ലാം ഉള്ള പ്രവർത്തനം നടത്തി ഈ പാർട്ടിയെ ഞങ്ങൾ 9 ലിറ്റർ സീറ്റ് ചെന്നിത്തല ഒഴിച്ച് മുഴുവൻ സീറ്റ് നമുക്കാണ് 2016 മുതൽ. ഞങ്ങൾ നടത്തിയ പ്രവർത്തനം കൊണ്ടാണ് പാർട്ടിയും വളർന്നു. പാർട്ടിക്ക് 50% വോട്ട് കിട്ടിയ ഒരു തവണ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വളരെ പ്രവർത്തനം കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുക. അനുജൻ്റെ എക്സാക്ട് 77 ഡിസംബർ 5-നാണ്.
ഡിസംബർ 7-ന്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥാനത്തെത്തിയത്. വീട്ടിൽ രക്തസാക്ഷി ഉള്ളതുകൊണ്ടാണ് മറ്റൊരു മന്ത്രിയായിരിക്കുന്നത് ഇപ്പോഴുള്ളത്. അപ്പം രക്തസാക്ഷിയെ കൂടെ അവമാനിക്കുകയാണ്. പന്തളത്തൊരു പട്ടി ചെത്താൻ രക്തസാക്ഷിയാകുമ്പോൾ മുദ്രാവാക്യം വിളിച്ചവൻ ഇപ്പോൾ ഇവിടെ ഡിവൈഎഫ്ഐക്കകത്തുണ്ട്. പന്തളത്തൊരു പട്ടി ചെത്താൻ രക്തസാക്ഷിയാകുമെന്ന് ഒരു പ്രകടനത്തിന് വരുമ്പം കിഴക്ക് ചെങ്ങന്നൂന്ന് വിളിച്ചുകൊണ്ട് വരുന്നത് ഞാൻ കേട്ടതാണ്. പള്ളാത്തുരുത്തി വെച്ച് ഏതോ ഒരുത്തം വിളിക്കുന്നത്, ആരാണെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് നമുക്ക് പാർട്ടിയോട് വല്ല ഉപയോഗം. പാർട്ടിയല്ലല്ലോ ഉത്തരവാദി. നമ്മൾ ശ്രദ്ധിക്കണം. ഇത് പാർട്ടിയുടെ കോൺഗ്രസ്സുകളിലും പാർട്ടി സമ്മേളനങ്ങളിലും പ്രീതിത്വം പാസ്സാക്കുന്ന രേഖകൾ ഇതെല്ലാം പറയുന്നുണ്ട്. ഒരുപാട് പേര് കടന്നു വരും. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് പോലെ പാറ്റയും ഈച്ചയും കൊതുവും എല്ലാം വരും. അത് അരിപ്പ വെച്ച് അരിച്ചു വേണം അകത്ത് കയറ്റാൻ. കാറ്റ് അവൻ പറഞ്ഞില്ലേ. അതൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്. അപ്പം ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടാകും, സൂക്ഷിക്കണം. പിന്നെ മനോരമ ലേഖകന്മാരെ പോലുള്ള ആളുകളുടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏത് സപ്പോർട്ട്? ഇന്നിപ്പോൾ വാർത്തയുണ്ട്, നാൽപ്പാലം തുറക്കുന്നു. അത് ജീസുദായൻ മന്ത്രിയായിരുന്നപ്പോൾ പൈസ വെച്ച് 20 കോടി വെച്ചു, 18 കോടിയെ ചിലവായുള്ളൂ എന്നൊരു വാക്ക് കൊടുത്തിട്ടില്ല. അല്ലെ കഴിഞ്ഞു. അത് പിണറായി ഗവൺമെൻറ് അല്ലേ? പിണറായിക്കല്ലേ എന്നെ കടിച്ച് പള്ളാത്ത 1000 കോടിയാണ് വെച്ച ദേശീയ റോഡിന് 1000 കോടി. അപ്പോൾ പള്ളാത്തുരുത്തിലെ ആ പാലം, ഗോപുരപ്പാലം തീരുന്നു. അതിൻ്റെ വാർത്ത ഈ 1000 കോടി അതിനൊരു ഒരു വാചകം മനോരമ കൊടുത്തിട്ടുണ്ട്. ഏതോ ഒരു ഫണ്ടിൽ നിന്നാണ്. ആ ഫണ്ടിൽ നിന്ന് ഈ റോഡിനാണെന്ന് പറഞ്ഞ് പൈസ തന്നു. അത് PWD ഏൽപ്പിക്കല്ലേ, അങ്ങ് സൗകര്യമുള്ള ഫണ്ട് പാലത്തിന് കൊടുക്കും. അപ്പോൾ അന്ന് 1000 കോടി രൂപയാണ് വെച്ചത്. 890 കോടിയാണ് ഇപ്പോൾ ചിലവാകുന്നത്. 1000 കോടിയാവും. കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ഹൈവേ ആണ്. സാർ ഇതൊക്കെ ആ നാടുമായുള്ള എൻ്റെ ബന്ധം അതല്ലേ. താലൂക്ക് സെക്രട്ടറി ആയിരുന്നു, ജില്ലാ കൗൺസിൽ മെമ്പറായത് അവിടെ നിന്നാണ്. ആദ്യം 2006 MLA ആയപ്പോൾ ആ 3 പഞ്ചായത്തുണ്ട്. കുട്ടനാടുള്ള എൻ്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഉണ്ട്. ഞാൻ അവിടെ അല്ലേ താമസിച്ചത്. ഞാൻ താമസിച്ച ആഫീസ് തീവിട്ട് അവിടെ സംരക്ഷകനായ തങ്കപ്പൻ്റെ തലയേറത്ത് പോയി ഒരു കൂട്ടം ആളുകൾ. അത് ഞങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഞങ്ങളൊക്കെ നേരിട്ട് വളർന്നവരാണ്. അല്ല, ഭുവനേശ്വരൻ രക്തസാക്ഷിയായത് ഒരു അഭിമാനം തന്നെയാണ് ഞങ്ങളുടെ. അതുകൊണ്ട് മാത്രമല്ല, അവനെ അവമാനിക്കരുത്. രക്തസാക്ഷിയാവുന്ന കുടുംബത്തിൽ നല്ല മന്ത്രിയാവുമെന്നൊക്കെ പറഞ്ഞു. ഒന്നും അറിയില്ല. ഒന്നും അറിയാത്തവർ ആധികാരികമായി പാർട്ടിയെപ്പറ്റി ഫേസ്ബുക്കിൽ തോന്നിവാസം എഴുതുകയാണ്. പാർട്ടി മെമ്പർമാരുണ്ടെങ്കിൽ ഇപ്പം കൈയോടെ പുറത്താക്കണം. അവരൊരാളെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. നാളെ അവർ ജില്ലാ സെക്രട്ടറിയെ പറ്റി പറയും, എല്ലാവരെയും പറ്റി പറയും. ഇതൊന്നും കേട്ട് എനിക്ക് കമ്മ്യൂണിസത്തിലുള്ള വിശ്വാസം ഒരു തരുമ്പ് കുറവില്ല, കൂടത്തേ ഉള്ളൂ. കുട്ടനാടിനെ കുറിച്ച് പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ ഇടമാണ് കുട്ടനാട്. ഒരുപാട് രക്തസാക്ഷികളുള്ള ഒരു സ്ഥലമാണ്. അവിടെ തുടർച്ചയായി NCPക്കാണ് സീറ്റ് കൊടുക്കുന്നത്. ഇത്തവണ വളരെ മോശം അഭിപ്രായം ജനങ്ങള് കുട്ടനാട്ടിലെ സാധാരണക്കാരായ ആളുകൾ പറയുന്നുണ്ടോ. വികസനം എന്ന് പറയുന്നത് അവർക്ക് യാതൊരു വിധത്തിലുള്ള സാധ്യതകളും ഇല്ലാത്തൊരു സാഹചര്യമാണ്. ഈ കുട്ടനാട് സീറ്റ് CPM ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് പൊതുജന നേതാവ് താങ്കളുടെ അഭിപ്രായം എന്താണ്? സന്തോഷമായിരിക്കും. പക്ഷെ ഒരു കാര്യം, NCP കൂടെ സമ്മതിക്കണം. അപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. എന്താണോ ഓരോ സീറ്റ് ജയിക്കാൻ ആരാണോ മത്സരിക്കുന്നത്, ഏത് പാർട്ടിക്ക് എവിടെയാണ് സാധ്യതയുള്ളത്, ജയിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥി ആരാണ്, ആ 9-ൽ 8 നിലനിർത്താൻ. 9-ൽ 9 പിടിക്കാൻ നോക്കണം. 8 മിനിമം നിലനിർത്താൻ. 9 ചിലപ്പോൾ പിടിച്ചാൽ കിട്ടും. ഇന്നത്തെ ഈ സിറ്റുവേഷൻ കൊണ്ടുള്ള ഒരു സംശയമായിരിക്കും നേരത്തെ പറഞ്ഞ. അതിനുവേണ്ടിയുള്ള നിലപാടൊക്കെ എടുക്കുന്ന പാർട്ടി ജില്ലാ നേതൃത്വമാണ്. അവരെടുത്തോളൂ. തോമസ് ചാണ്ടിയുടെ ഭരണത്തിന് ശേഷം അദ്ദേഹത്തിന് സഹോദരൻ കൊടുക്കുക, ഇങ്ങനെ ഒരു പാരമ്പര്യമായി കൈവശം വെക്കുക. പക്ഷെ അവിടെ അടിസ്ഥാനപരമായ വികസനങ്ങളൊന്നും അതിനെപ്പറ്റി നമ്മളത് അവിടെ ആര് പറഞ്ഞു വികസനം നടന്നില്ലെന്ന്? ഏറ്റവും കൂടുതൽ വികസനം കുട്ടനാട്ടിലാണ് നടക്കുന്നത്. അത് MLA വഴി വന്ന് വികസനമാവണമെന്നില്ല. ഗവൺമെൻറ് 1000 കോടി രൂപയുടെ റോഡ് എതിലെയാണ് പോണ്. AC റോഡ്, ഒറ്റ റോഡ് പോലെ 1000 കോടി 888 കോടി ചിലവായി നിന്ന് മനോരമയിലുണ്ട്. 1000 കോടി രൂപയുടെ റോഡ് എവിടെങ്കിലും കേരളത്തിൽ 25 കിലോമീറ്റർ കാണിക്കാമോ? അവിടെയല്ലേ. പിന്നെ അവിടെയുള്ള സകല റോഡും ഗംഭീരമായിട്ട് ചെയ്തിട്ടിരിക്കുകയല്ലേ, മെയിൻ റോഡുകൾ മുഴുവൻ. പാലം എത്രയായത്? ആ കുടിവെള്ളത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇതെല്ലാം വികസനമാണ്. മങ്ങൊമ്പ് പാലം, ചമ്പക്കുളം പാലം, കഞ്ഞിപ്പാടം, വൈശുംഭാഗം പാലം പൂർത്തിയാക്കി ഏതാനും വർഷം. ഇനി വരുക പാലങ്ങൾ. കൈനേരി പാലം, തൈടിപ്പാലത്തിൻ്റെ അവസാനത്തെ പണി ഞങ്ങളാണ് നടത്തിയത് ഇല്ലേ. പള്ളാത്തുരുത്തി പാലം നയനാല ഓപ്പൺ ചെയ്തത്. ഈ പാലങ്ങളൊക്കെ 67-ലെ EMS ഗവൺമെൻറ്റാണ് കിടങ്ങറ പാലം പണിഞ്ഞത്, എടത്വ പാലം പണിഞ്ഞത്. ഇടതുപക്ഷം മാത്രമേ ഇവിടെ നിന്ന് ചെയ്തിട്ടുള്ളൂ. പിന്നെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. അതൊക്കെ ബന്ധപ്പെട്ട വകുപ്പുകൾ നോക്കണം. ഇറിഗേഷൻ്റെ വകുപ്പ് ഉണ്ട്, തുടക്കം വൃത്തി, അതൊക്കെ ഉണ്ട്.
പക്ഷെ വലിയ വികസനം വന്നിരിക്കുന്നത് അവിടെ. പള്ളാത്തുരുത്തി പാലം 50 കോടി ഇട്ടിട്ട് ഇപ്പം 5-10 വർഷമായി. ആളുകൾ മാറാൻ താമസിച്ചു. ആ 50 കോടിയുടെ വകുപ്പ് പോസ്റ്റിൽ നിന്ന് പള്ളാത്തുരുത്തിയിലൊക്കെ ഒരു പാലമുണ്ട്. ആ പാലം കൂടെ തീർന്നാൽ ഇല്ല, അറിഞ്ഞിരിക്കണം. ഇതെല്ലാം നല്ലപോലെ നമ്മൾ പ്ലാൻ ചെയ്തു. പടകാലം പാലം ഇപ്പോൾ കുട്ടനാട്ടിലല്ലേ പണിഞ്ഞിട്ടേക്കുന്നത്, 70 കോടിയുടെ അല്ലേ? കുട്ടനാടിൻ്റെ ഭാഗം തന്നെയല്ലേ. താലൂക്ക് അല്ലെങ്കിലും നമ്മുടെ താനീറ പാലം കുട്ടനാടാണല്ലോ. പക്ഷെ ഒരു വകുപ്പ് മാത്രമല്ല സർ, എല്ലാവരും ഒരു സംയുക്തമായി വകുപ്പെന്നല്ല, ഗവൺമെൻറ്റാണ് ഇത് ചെയ്യുന്നത്. ഗവൺമെൻറ്റിൻ്റെ പണമാണിത്. കൃഷി വകുപ്പ് സുനിൽകുമാറിന് നമ്മൾ നല്ല ഭംഗിയായിട്ടല്ലേ കൃഷി കൈകാര്യം ചെയ്തത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. അവിടുത്തെ താലൂക്ക് ആശുപത്രി ശൈലജ ചെയ്യുന്ന നല്ല ഭംഗിയായിട്ടല്ലേ നോക്കിയത്. അങ്ങനെ ഓരോ വകുപ്പും എടുത്ത് പറയാനുണ്ട്. വിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ സാക്ഷരത ഉള്ളത് അവിടെ അല്ലേ. കേരളത്തെ ഏറ്റവും കൂടുതൽ സാക്ഷരത കുട്ടനാട്ടിലും പിന്നെ തിരുവല്ലയിലും, അറിയാമോ? കുട്ടനാട്ടിലൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞാൽ വെള്ളമാണ്. വെള്ളമുള്ളിടത്ത് ചെയ്യാവുന്നൊരു പരിമിതിയുണ്ട്. എന്തായാലും ചെയ്തു, ഇനിയും ചെയ്യണം. കുടിവെള്ളം എല്ലായിടത്തും കൊടുക്കണം. അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാതെ കൊടുക്കാത്തത് എന്താ? കുട്ടനാട്ടിലെ ജലവിതരണ പദ്ധതിയുടെ ആ സ്ഥാനം തിരുവല്ലയിൽ നിന്ന് മാറ്റണ്ടേ? ആദ്യം അത് കുട്ടനാട്ടിൽ കൊണ്ടുവരണ്ടേ? അതൊക്കെ ബന്ധപ്പെട്ട മന്ത്രിമാർ വർഷങ്ങളായി ചെയ്യാതിരുന്ന കാര്യമാണ്. അവരങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ ഇറിഗേഷൻ മന്ത്രി എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് അല്ലേ? അയാൾക്ക് കുട്ടനാട്ടിലെ കുറച്ച് ആളുള്ളതല്ലേ? അയാൾ വഴി അതിനുള്ള നടപടി എടുക്കട്ടെ. അത് ഇങ്ങോട്ട് മാറട്ടെ. തിരുവല്ലയിലേത് അവിടെ നിന്നോട്ടെ. കുട്ടനാട്ടിലേത് വേറെ ഒരു ജലവിതരണ കേന്ദ്രം തുറക്കുക. അവിടെ തലവടിയിലെങ്ങാനും തുറന്നാൽ മതി, എല്ലായിടത്തും കൊടുക്കുക. ഇതൊന്നും രാഷ്ട്രീയമല്ലല്ലോ, അതൊക്കെ ചെയ്യാവുന്നതാണല്ലോ. പണം വേണം, അത് ഗവൺമെൻറ് കൊടുക്കും. അങ്ങനെ ഭരണം ഇനിയും പരിപാടി ചെയ്യാമല്ലോ. മൂന്നാമതും വരാൻ വേണ്ടിയാണല്ലോ പ്രവർത്തകർ, അപ്പം ചെയ്യാമല്ലോ. അതുകൊണ്ട് വളരെ പറയുകയാണ്, 10-30 വർഷമായി പാർട്ടി സെക്രട്ടറി ആയിട്ടും ഇലക്ട്രിസിറ്റി മന്ത്രിയായിട്ടും മുഖ്യമന്ത്രിയായിട്ടും പിണറായി വിജയനുമായിട്ടുള്ള അടുപ്പവും സ്നേഹവും അതിനൊരു കുറവും വന്നില്ല. 4-5 വർഷത്തിനുള്ളിൽ ഇപ്പോൾ ഈ ഇലക്ഷൻ കാലം, പാർലമെൻറ്റ് ഇലക്ഷൻ കാലത്ത് 2 തവണ സംസാരിച്ചതല്ല. കൂടുതൽ ഞാൻ അങ്ങോട്ട് പോകാറില്ല, വേറെ കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും സംസാരിക്കും. അതിൻ്റെ ഒരു ആവശ്യം എന്നെ സംബന്ധിച്ചില്ല. ഞാൻ ബ്രാഞ്ചിലേക്ക് മാറി. അഭിപ്രായങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ട് കൊണ്ടാണെന്നും ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല. അപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നമില്ല. പിന്നെ സൈബർ ആക്രമണം നടത്തുന്നതുകൊണ്ട് ഞാനല്ല. എൻ്റെ അച്ഛനെ പറയുന്നവർ മാന്യനായ ഒരു പിതാവുള്ള ആളായിരിക്കുമല്ലോ, അല്ലാതെ ഇത് പറ്റത്തില്ലല്ലോ. ആരുടെയും അച്ഛനെ പറ്റി നമ്മൾ പറഞ്ഞുള്ളൂ. ഈ പോസ്റ്റ് ഇടുന്ന ആളുകൾക്കും മാന്യന്മാരായ പിതാക്കന്മാരും മാന്യകളായ മാതാക്കളും ഉണ്ടല്ലോ. അവരോട് ചോദിക്കട്ടെ ഇങ്ങനെയൊക്കെ. അത് അച്ഛനോട് അമ്മയോട് ചോദിക്കട്ടെ ഇങ്ങനെയൊക്കെ ഇടുന്നത് ശരിയാണോ? പാർട്ടിയോട് ചോദിക്കണ്ട. പാർട്ടിയോടൊക്കെ സ്നേഹമില്ല, ബഹുമാനമില്ല, ഒന്നുമില്ല. പാർട്ടിക്ക് എന്ത് സംഭവിച്ചാലും അവർക്കൊന്നുമില്ല. അവർക്ക് പണം കിട്ടണം, ചാപ്പാട് കഴിക്കണം, സുഖമായിട്ട് ജീവിക്കണം. ചെയ്തവരെ